Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning. Good morning, ma'am. Good morning. Very good morning to all of you. കുറേ നാളായില്ലേ കണ്ടിട്ട്, വർഷങ്ങളായ പോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നും. ഓക്കെ. പനി പിടിച്ചിരിക്കുക. ഞാൻ ഓർത്തു ക്ലാസ് എടുക്കുന്നത് ഒരു മരുന്ന് തന്നെയാണ്. ക്ലാസ്സും കൂടെ എടുക്കാതിരുന്ന ചിലപ്പോൾ പനി വീണ്ടും കൂടും. സൗണ്ടൊക്കെ പോയി. ടോൺസിലൈറ്റിസിന്റെ പ്രശ്നമാണ്. ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലും വോയിസ് റെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഫുൾ ടൈം എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമില്ല. നിങ്ങൾ തന്നെ പറയുവാണെങ്കിൽ, ക്ലാസ് ഒക്കെ ലീഡ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരിക്കുവാണെങ്കിൽ ഐ എം വെരി ഹാപ്പി. എനിക്കും റെസ്റ്റ് ചെയ്യാം, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടുകയും ചെയ്യാം. ഓക്കെ, സോ പ്രേയർ അല്ല. ഞാൻ പറയാം, madam. ഓക്കെ. Oh my God, I give it to you. All that I think or say or do, all my work and all my happy study, I will give it to you today. Amen. ഓക്കെ, ഇനി എന്താ? ഉണ്ടോ? പ്രേയർ മാത്രമേ ഉള്ളോ? നമുക്ക് സൈൻ ഇൻ ഉണ്ട്, അതുപോലെ തന്നെ തോട്ട് ഫോർ ദ ഡേ പറയാം. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ക്ലാസ് കഴിയുമ്പോൾ ഒരു സൈൻ ഔട്ട് പറയാം. സൈൻ ഇൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, ക്ലാസ്സിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ സൈൻ ഔട്ട്, എല്ലാവരോടും ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യില്ലേ, അത്രയേ ഉള്ളൂ സൈൻ ഔട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ എനിത്തിങ് എൽസ്? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നത്തിങ്. പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണോ? എങ്ങനെ പഠിക്കണം? സബ്ജക്ട് സ്റ്റഡിങ് വേണോ അതോ തിമാറ്റിക് ലേണിംഗ് വേണോ? രണ്ടും ഒന്നാണോ? അങ്ങനെ ചിന്തിച്ചോ. ഒരു സബ്ജക്ട് പഠിക്കുന്ന പോലെ പഠിക്കണോ അതോ ഒരു തിമാറ്റിക് ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, എനിക്ക് എന്റെ എക്സ്പീരിയൻസസ് അത് ഷെയർ ചെയ്യണം, അങ്ങനെ പഠിക്കണം എന്നാണോ? അതോ എനിക്ക് സബ്ജക്ട് അങ്ങനെ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങണം, ഏതാ വേണ്ടേ? ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എന്റെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലും ആവശ്യമുള്ള ആളുകളിലും അപ്ലൈ ചെയ്ത് എനിക്ക് മുന്നോട്ട് പോണം എന്നാണോ വേണ്ടത്? സബ്ജക്ട് കാണാതെ പഠിച്ച് മാർക്ക് വാങ്ങുകയാണോ വേണ്ടത്? പറ. അല്ല, മാം. എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കണം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെ? നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഓഫ് എക്സ്പീരിയൻസസ് അല്ലെ, ഉയർച്ച താഴ്ചകളാണ്. നമ്മൾ ദൈവമേ ഞാൻ തന്നെയാണോ ജീവിക്കുന്നതൊക്കെ നമുക്ക് തോന്നിക്കും. എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. The difference between subject studying and thematic learning. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു, നമുക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ കാണാപ്പാഠം പഠിക്കും. മാത്സിലൊക്കെ ടേബിൾ ഇങ്ങനെ ഒരു പാട്ട് പോലെ നമ്മൾ പഠിക്കാറുണ്ട്. ഒരു മിനിറ്റ് തരൂ, എന്റെ വെള്ളത്തിൽ തണുപ്പ് പോയി, ചൂടുവെള്ളം എടുത്തിട്ടെ. പേജ് നമ്പർ എത്രയാടാ? പേജ് നമ്പർ 2. ആ
താങ്ക് യു. അപ്പൊ നമുക്ക് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അങ്ങനെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെല്ലാവരും നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ലേണിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അതായത് നമ്മുടെ വളർച്ചയുടെ നാളുകൾ തുടങ്ങുകയായി അല്ലെ. നമ്മൾ ഓരോ ദിവസവും എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യാണ്, റിലേറ്റ് ചെയ്യാണ്. അല്ലാതെ നമ്മളൊരു ബുക്കിലുള്ള കാര്യം അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൈഡ് ആയിരിക്കണം. നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളൊരു അറിവാക്കി മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. അല്ലാതെ ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കുകയാണ്. ഞാനും വളരില്ല, എൻ്റെ ചുറ്റുപാടുമുള്ളവരും വളരില്ല. അപ്പൊ അത് എഡ്യൂക്കേഷൻ വൈഡ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. അതൊരു പർട്ടിക്കുലർ സിലബസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണം. നമ്മൾ ഇരിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങണം. ചെറിയ ക്ലാസ്സുകളിൽ നമുക്കത് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നു, നമുക്ക് മാർക്ക് കിട്ടുന്നു. നമ്മുടെ മാർക്ക് കിട്ടുമ്പോൾ വീട്ടുകാർക്ക് സന്തോഷമാവുന്നു അല്ലെ. പക്ഷെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നും. അപ്പൊ ഇങ്ങനെയല്ലല്ലോ പഠിക്കണ്ടേ അല്ലെ. ലേണിംഗ് ആണ് വേണ്ടത്, സ്റ്റഡിയിങ് അല്ല. ഓക്കെ, നമ്മള് ലേണേഴ്സ് ആണ്. പഠിതാവ് എന്ന് മലയാളത്തിൽ പറയാം. നമ്മൾ ലേണേഴ്സ് ആണ്. സ്റ്റുഡൻസ് എന്നുള്ളതിനേക്കാളും ലേണർ ആണ്. ഒരു ടീച്ചർ എന്നതിനേക്കാളും ഫെസിലിറ്റേറ്റർ ആണ് ആവേണ്ടത്. ആ ഒരു ഫെസിലിറ്റേറ്റർ കുട്ടികളെ ഗൈഡ് ചെയ്യുന്നു. കുട്ടികൾക്ക് നല്ലൊരു മെന്റർ ആയിരിക്കണം, ഒരു ഡേറ്റ കോച്ച് ആയിരിക്കണം. ടീച്ചർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം എനിക്ക് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരാളാണ് ഞാൻ. സോ ഞാൻ അപ്ഗ്രേഡഡ് ആകണം. ആ രീതിയിൽ ടീച്ചറും മാറും. അപ്പോഴാണ് ഫെസിലിറ്റേറ്റർ ആകുന്നത്. എനിക്കല്ല ഇവിടെ സ്ഥാനം, നിങ്ങൾക്കാണ്, കുട്ടികൾക്കാണ്. അവര് വളരുന്നത് കാണുമ്പോഴുള്ള സന്തോഷം, അതാണ് ഒരു ഫെസിലിറ്റേറ്റർക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അവിടെ നമ്മളുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യും. നിങ്ങൾ നോക്കുമ്പോൾ കാണാം PDF-ലൊന്നും ആയിരിക്കില്ല ഞാൻ പറയുന്നത് ഇപ്പോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് പിടികിട്ടും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ സോഷ്യൽ. എന്നുവെച്ചാൽ എനിക്ക് ഈ ഇയർ, യുദ്ധം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10th കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സയൻസിലേക്ക് തിരിഞ്ഞാൽ സോഷ്യലൊന്നും പഠിക്കേണ്ട വന്നില്ല. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയം ആയിരുന്നു. അപ്പോ ഞങ്ങള് കാലഘട്ടത്തൊക്കെ നിറയെ കുട്ടികൾ ആ സ്കൂളിലുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു 3 ഡിവിഷനില്, ഓരോ ഡിവിഷനിലും 50 കുട്ടികൾ വീതം, 150 കുട്ടികളാണ് ഒരു വർഷം SLC എഴുതി പുറത്തേക്ക് പോകും. അപ്പോ അത് പിന്നീട് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ആ ഒരു ഇത് വന്നപ്പോഴേക്കും മലയാളം മീഡിയം സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ കുട്ടികൾ കുറഞ്ഞു. എത്ര നേരം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നറിയില്ല. ഷെയർ ചെയ്യണം തോന്നുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ എനിക്ക് പറയാൻ പറ്റും തോന്നുന്നില്ല. നമ്മൾ എവിടം വരെ? ബാക്ക് ടു ക്ലാസ്. വെൽനെസ് ആണ് മാം. വെൽനെസിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നില്ലേ? യെസ് മാം. ഓക്കെ, അതെടുത്തോളൂ.
മാക്സിമം ട്രൈ ചെയ്യാം. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെൽനസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. നമുക്ക് പലപ്പോഴും നമ്മള് വെൽനസും മാം അതെവിടെ ഷെയർ ചെയ്തേക്കുന്നത്? എന്തോ അതെവിടെ തന്നേക്കുന്നത്, ഷെയർ ചെയ്തേക്കുന്നത്? ക്ലാസ് റൂമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടില്ലേ? പേജ് നമ്പർ ആദിത്യ എന്ന് തന്നെയാണോ പേര്? ആദിത്യ പേജ് നമ്പർ എന്ന് പറയാനായിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാനൊരു വെൽനസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ അതിനൊരു ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ലിങ്ക് ക്ലാസ് റൂമിൽ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ മാം. ആരെങ്കിലും ഒന്നുകൂടെ എടുത്ത് നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമോ? കിട്ടിയോ? കോൺസെപ്റ്റ് ഓഫ് വെൽനസ് അല്ലേ? അതെ അതെ. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കും. താങ്ക് യു. പലപ്പോഴും വെൽനെസ്സും ഹെൽത്തും തമ്മിൽ നമ്മൾ ആകെ ഒരു കൺഫ്യൂഷൻ ആകാറായി പോകാറുണ്ട്. ഈ വെൽനെസ് തന്നെയാണോ ഹെൽത്ത് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെ? വെൽനെസ് നമ്മൾ ഒരു മലയാളം വാക്ക് നമ്മൾ അതിന് ആപ്റ്റായിട്ട് പറയുവാണെങ്കിൽ ക്ഷേമം, നമ്മൾ പറയും സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടി വരുന്ന ഒരു അവസ്ഥ അല്ലെ? ക്ഷേമം. ക്ഷേമം എന്നുള്ള വാക്കുമായിട്ട് കണക്ട് ചെയ്ത് വെൽഫെയർ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചില അസോസിയേഷൻ ഫോം ചെയ്യാറുണ്ട്. ക്ഷേമനിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? വെൽനസ് എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ എല്ലാം കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് വെൽബീയിങ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇനി ഈ വെൽനസ് എന്തിനെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ എക്സാമ്പിൾ പോലെ പറഞ്ഞു. ക്ലൈമറ്റ് നമ്മളുടെ ഈ ഒരു ക്ഷയം, സമാധാനത്തിനെ കെടുത്തുന്ന അവസ്ഥകൾ പറഞ്ഞു. ചൂട് കൂടിയാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, തണുപ്പ് കൂടിയതാട്ടോ എന്റെ ആരോഗ്യം ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അവിടെ നോർമൽ വാട്ടർ തന്നെ ഭയങ്കര തണുപ്പ് തോന്നി. അങ്ങനെ ആയിരിക്കാം, അല്ലാണ്ട് ഞാൻ തണുപ്പ് അങ്ങനെ അധികം കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് ടോൺസിലൈറ്റിസിന്റെ പ്രശ്നം വന്നത് അങ്ങനെയാണ്. എനിക്ക് പനി ആകെ പ്രോബ്ലം ഒക്കെ ആയിരുന്നു. അപ്പൊ പലപ്പോഴും ക്ലൈമറ്റ് നമ്മുടെ സന്തോഷത്തെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് അല്ലെ? കൾച്ചർ നമ്മുടെ സന്തോഷത്തെ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ ഏരിയയിലാണ്? വെൽനെസ്സിന് കുറെ മോഡൽസും ഡയമെൻഷൻസും ഉണ്ട്. ഏതൊക്കെ ഏരിയയിലാണ് വെൽനെസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ വെൽനെസ്. കേട്ടപ്പോ തന്നെ മനസ്സിലായി നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യവുമായിട്ട് കണക്റ്റഡ് ആണ്, ശരീരവുമായിട്ട് കണക്റ്റഡ് ആണ് ഫിസിക്കൽ വെൽനെസ്. കുറെ കാര്യങ്ങൾ വായിക്കാനുണ്ട്. ഞാൻ അതിലെ മെയിൻ പോയിന്റ്സ് ആണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ട്സ് തന്നെ എഴുതി ഉണ്ടാക്കാം. നോട്ട്സിന്റെ കാര്യം പറയുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് വേണ്ടെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് അങ്ങനെയേ ഷെയർ ചെയ്യാം. പക്ഷെ അത് എന്റെ തോട്ട്സും എന്റെ ഫീലിങ്സും ആയിട്ട് വരുന്നത്. അതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ല. അതേസമയം നമ്മൾ ഓരോരുത്തരും തന്നെത്താനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് ലേണിംഗ് വരുന്നത്. മറ്റേത് നിങ്ങൾ സ്റ്റഡിയിങ് ആണ്. ഞാൻ എഴുതി പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചിന്തകളല്ലേ. എനിക്ക് വേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോ അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ തലയിലിരിക്കും, നിങ്ങളുടെ മനസ്സിലിരിക്കും. വേറൊരാൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ആർക്കിങ്ങനെ പരാതി ഉണ്ടോ നോട്ട്സ് തരുന്നില്ല എന്ന് പറഞ്ഞു? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ തല വർക്ക് ചെയ്യണം. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. നമ്മൾ പ്രത്യേകിച്ച് മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ബ്രെയിനും
നമ്മുടെ ഹാർട്ടും രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കവിടെ ഇമോഷണലി നമ്മൾ ചിന്തിക്കും, ഇന്റലക്ച്വലിയും ചിന്തിക്കും, വികാരപരമായിട്ടും ചിന്തിക്കും, വിവേക ബുദ്ധിയോടുകൂടിയും നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ എന്റെ മാത്രം പൊട്ടൻഷ്യൽ ആയിരിക്കും അവിടെ വരിക. ഞാനൊരു നോട്ട് തന്ന് നിങ്ങളത് കോപ്പി ചെയ്യുവാണെങ്കിൽ. മനസ്സിലായോ? ഓക്കെ. ഫിസിക്കൽ വെൽനസ് വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല. ഫിസിക്കൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, നമ്മൾ എങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നു, നമ്മളുടെ ഉറക്കം, നല്ല സൗണ്ട് സ്ലീപ്പ്, അല്ലെ, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങുന്നു. ഇതെല്ലാം നമ്മളുടെ ഫിസിക്കൽ വെൽനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യുന്നു നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, അതായത് എക്സസൈസസ്, ആക്ടിവിറ്റീസ് മാത്രമല്ല നമ്മളുടെ ഡയറ്റ്, എല്ലാം നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ദാറ്റ് ഈസ് ഫിസിക്കൽ വെൽനസ്. സ്ട്രെസ് ഒക്കെ വരുവാണെങ്കിലും നമ്മൾ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകുന്നതാണ് ഫിസിക്കൽ വെൽനസ്. നമ്മളുടെ ബോഡിയുടെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ. എന്നെ സംബന്ധിച്ച് ഞാൻ ഫിസിക്കലി നല്ല വെല്ലല്ല, അതെന്റെ ആരോഗ്യം ഇച്ചിരി വീക്കായിട്ടിരിക്കുവാണ്, അല്ലെ. ഞാനിത് ഇതിൽ നിന്നും ഒക്കെ മാറി ആരോഗ്യം നന്നായി വരുമ്പോൾ ഞാൻ ഫിസിക്കലി വെല്ലാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഡയറ്റ്, എക്സസൈസസ്, നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റ്, നമ്മൾ എടുക്കുന്ന ബാലൻസ്ഡ് ഡയറ്റ്, അല്ലെ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡയറ്റ്. വെള്ളം കുറയാനായിട്ട് അതും ഇതും കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല ശരിക്കും ഡയറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, മിനറൽസ്, ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യം, അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ. അതുപോലെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പഴയൊരു ആരോഗ്യമുള്ള ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇങ്ങനെ അസുഖം വരികയായിരുന്നു. നമ്മൾ ഏജ്ഡ് ആണ്, നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു വരാം. ബാംഗ്ലൂർ ഒരാഴ്ച നിന്നപ്പോ അവിടുത്തെ ഒരു ക്ലൈമറ്റ് നല്ല വെയിലാണ് പകല്, അതുപോലെ തന്നെ രാവിലെയും രാത്രിയും വൈകിട്ടൊക്കെ ഭയങ്കര തണുപ്പുമാണ്. അങ്ങനെ എക്സ്ട്രീം ആയ സിറ്റുവേഷനിലൂടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ട വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ അവിടെ വെച്ച് പ്രോബ്ലം വന്നില്ല. തിരിച്ചു വരാൻ നേരത്ത്, തിരിച്ചു വരുന്ന അന്ന് ഈവനിങ് തുടങ്ങിയായിരുന്നു എനിക്ക് പ്രശ്നം തുടങ്ങിയത്. ക്ലാസ് എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടു. അപ്പോഴാണ് പറഞ്ഞത് ടോൺസിലൈറ്റിസ്. അത് നോർമൽ വാട്ടർ വരെ ഈ കോൾഡ് വാട്ടർ പോലെയാണ് തോന്നിയത്. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നതുകൊണ്ടായിരിക്കാം. ഇനി 2-3 ദിവസം കറക്റ്റ് മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ. നെക്സ്റ്റ് ക്ലാസ് കാണുമ്പോൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അപ്പൊ ഫിസിക്കൽ വെൽനസ് അതാണ്, നമ്മുടെ ഒരു ഹെൽത്തിന്റെ പോസിറ്റീവ് എഫക്റ്റ് കാണാനായിട്ട് കഴിയും. ദാറ്റ് ഇസ് ഫിസിക്കൽ വെൽനസ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഫിസിക്കൽ വെൽനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ഫിസിക്കൽ സ്ട്രക്ചർ, നമ്മളുടെ ഡയറ്റ്, നമ്മൾ എടുക്കുന്ന എക്സസൈസസ്, നമ്മൾ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യുന്നത്, ഇതെല്ലാം കൂടി വരുന്നതാണ്. ഇതെല്ലാം ശരിയായ രീതിയിൽ വരുമ്പോഴാണ് ഫിസിക്കലി ഒരാള് വെല്ലാന്ന് പറയാൻ പറ്റൂ. ഫിസിക്കൽ വെൽനസ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനുണ്ടോ? യെസ് പ്ലീസ്. ഒന്നുമില്ല. ഓക്കെ, അടുത്തേക്ക് പോവാം. ഇമോഷണൽ വെൽനസ്. മാം, ഇത് Yes, ടുബാക്കോ യൂസിനും പറ്റുന്നതല്ല വെൽനെസ്? എന്താണ്? ടുബാക്കോ യൂസിന് അതായത് നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നതാകരുത്. അതല്ലേ ഐശ്വര്യ ഉദ്ദേശിച്ചത്? അതായത് നമ്മളുടെ ബോഡിക്ക് നാശം. എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ടുബാക്കോ, ഡ്രിങ്ക്സ്, ഡ്രഗ്സ് ഇത് കഴിച്ച ആരോഗ്യം ഉണ്ടാകുന്ന നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒന്നും ഇൻടേക്ക് ചെയ്യരുത്, നമ്മൾ എടുക്കരുത്. അതാണ് അടുത്തേക്ക് പോകാലോ. നെക്സ്റ്റ് ഇമോഷണൽ വെൽനസ്. നമ്മൾക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ടാകും, അല്ലെ. മൂഡ് സ്വിങ്സ് ഉണ്ടാകും, പ്രത്യേകിച്ച് പീരിയഡ്സ് ഒക്കെ വരുമ്പോഴേക്കും
ആ വരുന്നതിന് 3-4 ദിവസം മുമ്പേ നമുക്ക് ദേഷ്യവും ഏതാണ്ടൊക്കെ ഫ്രസ്ട്രേഷൻ ഒക്കെ വരും. ആ വീട്ടിൽ അറിയാവുന്ന ബാക്കി മെമ്പേഴ്സിന് അറിയാമെങ്കിൽ അവർക്ക് അറിയാം എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഇമോഷണൽ വെൽനസ് നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എപ്പോഴും സന്തോഷമല്ല നമുക്കുള്ളത്. പല പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ മാത്രമാവില്ല, നമുക്ക് വേണ്ടപ്പെട്ടവര്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ നൈബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കൊളീഗ്സ്, അങ്ങനെ പലർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ സപ്പോർട്ട് വേണ്ടതായിട്ട് വരും. അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ആ വരുന്ന സ്ട്രെസ്സിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്ത് ലൈഫിൽ ഉണ്ടാകുന്ന പ്രഷർ, സ്ട്രെസ്, സ്ട്രെയിൻ എന്ത് തന്നെയാണെങ്കിലും, എത്ര ടഫായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും അതുമായിട്ട് പൊരുത്തപ്പെട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന, സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി, അതാണ് ഇമോഷണൽ വെൽനസ് എന്ന് പറയുന്നത്. നമ്മളുടെ ആ ഒരു സ്റ്റെബിലിറ്റി ഓഫ് മൂഡ്. ചില സമയത്ത് നമുക്ക് പിടിവിട്ട് പോകുന്ന അവസ്ഥയൊക്കെ വരും അല്ലെ? ചില ആളുകളില് എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ ക്യൂ നിൽക്കുമായിരിക്കും, അപ്പോഴായിരിക്കും ഒരാൾ ഇടിച്ചു കയറി മുന്നിലേക്ക് കയറുന്നത്. നമുക്ക് പിടിവിട്ട് പോകൂല. അങ്ങനത്തെ സമയത്ത് നമ്മളിങ്ങനെ സംയമനം പാലിക്കുക എന്നൊക്കെ പറയില്ലേ, ചിലര് പ്രതികരിക്കും ആ ഒരു സമയത്ത്. എപ്പോഴും റെസ്പോൺസ് ഈസ് വെരി ഗുഡ്, റിയാക്ഷൻ അല്ല. പ്രതികരിക്കുന്നത് 2 രീതിയിലാണ്. ചിലര് റിയാക്ട് ചെയ്യും, ഓവർ റിയാക്ട് ചെയ്യും. പക്ഷെ റെസ്പോൺസ് ആണ് വേണ്ടത്, റിയാക്ഷൻ അല്ല. ഓക്കെ, അപ്പൊ അതാണ് ഇമോഷണൽ വെൽനസ് എന്നുള്ളത്. നമുക്ക് നമ്മളുടെ സ്റ്റെബിലിറ്റി ഓഫ് മൂഡ്, അത് സെൻസ് ഓഫ് സെൽഫ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും നമ്മൾക്ക് ചിലപ്പോൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. ചിലർ സ്പെഷ്യൽ ആയിരിക്കും, ചിലർ യുണീക് ഫ്രണ്ട് ആയിരിക്കും, ചിലർ അത്രയും ഡിയറസ്റ്റ്, ഡിയർ മോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ ഇവർക്ക് ചിലപ്പോൾ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ടിനെ അങ്ങ് ഉപേക്ഷിക്കില്ല അല്ലെ? നമ്മൾക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അവരെ ആ നെഗറ്റീവിൽ നിന്നും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എന്ന് കരുതിയിട്ട് നമ്മൾ അവരെ അങ്ങ് ഉപേക്ഷിച്ച് തള്ളിക്കളയാറുമില്ല. അപ്പൊ അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. സ്ട്രെസ്സുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റും, അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് പറ്റും. ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ആണ്, എപ്പോഴും സന്തോഷമല്ല. വരുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു സ്ട്രെസ്, അതിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കേപ്പബിലിറ്റി, നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് ഇമോഷണലി നമ്മൾ വെല്ലാണെന്ന് പറയുന്നത്. ഇമോഷണൽ വെൽനസ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഈ പീരിയഡ്സ് വരുമ്പോൾ സ്ട്രെസ് ഒക്കെ മാറ്റാനേ പാട്ട് കേൾക്കുന്നത് നല്ലതാന്ന്. അല്ല, ഞാൻ പാട്ട് കേൾക്കുന്നു പീരിയഡ്സ് വരുമ്പോൾ. ഇങ്ങനെ സ്ട്രെസ്സോ ദേഷ്യമോ വരുവാണെങ്കിൽ പാട്ട് കേൾക്കുന്ന ഫീലുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ തകർത്താനെ കൂടാകും. ശരി. അപ്പൊ ഐശ്വര്യ പറഞ്ഞു ആ ഒരു പീരിയഡ് ടൈമിൽ വല്ലാത്തൊരു സ്ട്രെസ് ഒക്കെ വരുമ്പോ പാട്ട് കേൾക്കും. ഓരോരുത്തർക്കും ചിലപ്പോൾ ഓരോ മെത്തേഡ് ആയിരിക്കും കേട്ടോ. പാട്ട് കേൾക്കും, ചിലർ ചെടികളെ നോക്കാൻ പോകും, ചെടികളോട് സംസാരിക്കും, വീട്ടിൽ പെറ്റ് ഉണ്ടെങ്കിൽ പെറ്റിനോട് സംസാരിക്കും, ചിലർ എന്തെങ്കിലും ഇരുന്ന് എഴുതും, അങ്ങനെ ചിലർ ചിലപ്പോൾ കണ്ണടച്ചിരിക്കും. അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, പറയുന്ന പോലെ ചെയ്യാനായിട്ട്. എനിക്കൊരു പൊട്ട ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാനിപ്പോ അത് മാറ്റിയിട്ടോ, വളരെ സ്ട്രഗിൾ ചെയ്താണ് മാറ്റിയത്. ടെൻഷൻ വരുമ്പോ കൈ കിട്ടുന്നിടത്തൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ വറുത്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആരോഗ്യത്തെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പൊ ഈ സ്ട്രെസ് വരുമ്പോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായ നല്ല ശീലം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചെയ്യണത് കേട്ടോ. പിന്നെ അത് ഞാനിപ്പോ പാടെ നിർത്തി. ഒരു സമാധാനമുണ്ട്. ഞാൻ സ്ട്രെസ് വരുമ്പോ ഉറങ്ങല. എന്തോ? ഞാൻ സ്ട്രെസ് വരുമ്പോ ഉറങ്ങി തീർക്കല. ആണോ? അതുകൊള്ള. അപ്പൊ ക്രേവിങ്സ് വരുമ്പോ ഞാൻ ഒത്തിരി മധുരം കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് മധുരം കഴിക്കുന്നത്. ആണോ? ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ്. അത് കൂടുതൽ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ദോഷമല്ലേ? അതെ, ശരി. ഇപ്പൊ ഞാൻ അത് കുറച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഇഷ്ടം കൂടുമ്പോ ഞാൻ വാങ്ങിക്കും. ശരിയാ, മധുരം കൂടുതലും പ്രശ്നമാണ്. വല്ലപ്പോഴൊക്കെ മധുരം ആവാം അല്ലെ? ശരിക്കും ഇപ്പൊ
മിസ് ഇപ്പൊ പറഞ്ഞില്ലേ ഇമോഷണൽ വെൽനെസ്സിൽ പിന്നെ നമ്മള് പരമാവധി പൊട്ടിത്തെറിക്കലുണ്ടല്ലോ ശരിക്കും ഓവർ റിയാക്ട്. ശരിക്കും ഞാനിപ്പോ ഇത് കേൾക്കുമ്പോ അത് ശരിക്കും ഞാൻ മനസ്സിലാക്കി ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇമോഷണലി ഡൗൺ ആണെങ്കിൽ ഫുൾ എന്താ പറയാ ഓവർ റിയാക്ഷൻ ആണ് എന്റെതെല്ലാം ഇത്. പക്ഷെ നേരെ മറിച്ചിട്ട് പോസിറ്റീവായിട്ട് നമ്മളത് ഈ രീതിയിൽ എടുക്കുന്നതാണെങ്കിൽ ഇമോഷണലി നമുക്ക് ഇതാവും. ഇപ്പൊ ഇതിനകത്ത് എനിക്ക് ഇപ്പൊ അത് മനസ്സിലായി. അതെ, അനുവിനും എന്നെ പോലൊരു ശീലമുണ്ടെന്ന്. പീരിയഡ്സ് ആവുമ്പോഴാണ് സ്നാക്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോ അതങ്ങ് മാറ്റി. കാരണം ശരീരത്തിന് നല്ലതല്ല. നമ്മള് കുഞ്ഞിലേ കഴിക്കുന്ന പോലെയല്ലല്ലോ വലുതാവുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മാത്രല്ല അത് സ്ട്രെസ് എങ്ങനെയാ അത് അതിനനുസരിച്ച് ഇത് കഴിക്കുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ഞാനിപ്പോ നംഷീന ഓവർ റിയാക്ഷന്റെ പറഞ്ഞപ്പോഴും ഞാൻ ഒരിക്കലേ ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അത് നിന്ന് ഒത്തിരി മാറി. അപ്പൊ അത് ഉണ്ടായത് എന്താന്ന് വെച്ചാല് 25 വയസ്സുള്ള സമയത്ത് ഞാൻ കോട്ടയത്തെ മറ്റക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോളിടെക്നിക് ഉണ്ട്, IHIയുടെ പോളിടെക്നിക്. അവിടെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോ എനിക്ക് സെക്കൻഡ് ഇയേഴ്സിലെ കുട്ടികളെയാണ് എടുക്കേണ്ടത്. 2 ബ്രാഞ്ചിലെ കുട്ടികൾ ഉണ്ടായിരുന്നു. ഒന്ന് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസിലെ കുട്ടികളും പിന്നെ ഒരെണ്ണം ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനൊരു ബ്രാഞ്ചായിരുന്നു. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് മെയിൻ്റനൻസിലെ കുട്ടികൾ ഭയങ്കര അവര് എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ ചാടി നിൽക്കും ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്. ടെലികമ്മ്യൂണിക്കേഷന്റെ കുട്ടികൾ ഇച്ചിരി വടിയന്മാരും വടിച്ചുകളും ഒക്കെ ആയിരുന്നു. അവരെങ്ങനെ പുഷ് ചെയ്യണം. അപ്പൊ ഈ ഒരു ബാച്ചില് എന്താ പറയാ കുറച്ച് കുട്ടികൾ ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പൊ ഇവർക്കൊരു മിനി പ്രോജക്റ്റ് ചെയ്യണം. എനിക്കാണ് അതിന്റെ ചാർജ്. ഞാൻ ഇതുങ്ങളുടെ പുറകെ നടക്കുക. അപ്പൊ എനിക്കന്ന് 25 വയസ്സേ ഉള്ളൂ, നിങ്ങളൊന്ന് ഓർക്കണം. അപ്പൊ ഞാൻ ഇതുങ്ങളുടെ പുറകെ നടക്കുക, ചെയ്യുന്നു പറഞ്ഞിട്ട് ഇതുങ്ങളുടെ ഗൈഡും എല്ലാം ഞാനാ. ഇവരുടെ പുറകെ നടക്കുക. എന്ത് ചെയ്താലും ഈ ഒരു ഗ്രൂപ്പ് ആൺകുട്ടികൾ ഇത് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ അവർക്ക് സമയം കൊടുത്തു, 2-3 ദിവസം കൊടുത്തു, വീണ്ടും സമയം കൊടുത്തു, ഇവര് ചെയ്യുന്നില്ല. അപ്പൊ ഇവര് എന്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം സ്റ്റാഫ് റൂമിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ പ്രഷറിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ഞങ്ങള് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളപ്പോഴേക്ക് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവിടെ നിന്നോടെ ക്ലാസ് സ്റ്റാഫ് റൂം ആണെന്നോ മറ്റ് സ്റ്റാഫ് ഉണ്ടെന്നോ ഞങ്ങളുടെ HOD അവിടെ ഇരിക്കണ്ടെന്നൊക്കെ ഞാൻ മറന്നുപോയി. ഞാനങ്ങ് ഷൗട്ട് ചെയ്തു ഭയങ്കരമായിട്ട്. ഒരു ഓവർ റിയാക്ഷൻ ആയിപ്പോയി. എന്റെ റെസ്പോൺസ് അല്ല അവിടെ വന്നത്. പിള്ളേര് മിണ്ടാതെ എന്നെ ഇങ്ങനെ നോക്കോ. ഒരു വിചാരിക്കേണ്ട ഒരു പാവം ടീച്ചറായെന്നാ വിചാരിച്ചേ. ഇത്ര ക്രൂരിയായിരുന്നോ ദുഷ്ടിയായിരുന്നോ എന്നും അല്ലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവരിങ്ങനെ എന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ സാറ് നിങ്ങളുടെ HOD സാറ് വേഗം വന്നു. സാർ എന്നിട്ട് ടീച്ചർ സമാധാനാകും, സാർ എന്നെക്കാളും നല്ല സീനിയർ ആണ്, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. സാറ് പെട്ടെന്ന് വന്നപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധം ഉണ്ടായത്. ഞാനിങ്ങനെ സ്റ്റാഫ് റൂമിലാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. സാർ സമാധാനവും നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സാർ അത് വളരെ നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്തു. എന്റെ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റമായി പോയി എന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ഷൗട്ട് ചെയ്തിട്ടില്ല ആ ഒരു സംഭവത്തിന് ശേഷം. അതെന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു വലിയൊരു കുറവായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും കരുതുന്നു. പിന്നെ കുട്ടികൾ ഭയങ്കര കാര്യമായിരുന്നു. അവര് പിന്നെ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങി. ഭയങ്കര മടി പിടിച്ചിട്ടാണ് അവരൊന്നും ചെയ്യാത്തത്. കാരണം അവർക്ക് ഇച്ചിരി ഡ്രിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളായിരുന്നു. അതും കൂടെ മനസ്സിലുള്ളത് കാരണമാണ് ഞാൻ അവരോട് ആ ഒരു മുൻവിധിയോടുകൂടി അങ്ങ് പെരുമാറിപ്പോയത്. പിന്നെ അവരത് ചെയ്ത് അവര് സബ്മിറ്റ് ചെയ്തു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏത് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഓർക്കും. ഷമിസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങൾ ഇമോഷണലി ആയിട്ട് നമുക്ക് അത്രയും സ്ട്രെസ് ഉണ്ടാവില്ലേ നമ്മൾ ശരിക്കും പൊട്ടിത്തെറിക്കുന്നുള്ളൂ, ഓവർ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതെ അതെ അല്ലേ? ഞാനിപ്പോ അതാ ചിന്തിച്ചത്. പിന്നെ അങ്ങനെയല്ല, ഞാൻ വേഗം ചെയ്യുന്നല്ലേ, നമ്മളെല്ലാം അത്രയും ക്ഷമിച്ചിട്ടാണ് ലാസ്റ്റത്തെ ഘട്ടത്തിൽ എത്തിയിട്ടേ ഓവർ റിയാക്ട് ചെയ്യും. പക്ഷെ അത് ഒന്നൊന്നര ഓവർ റിയാക്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മൾ പിന്നീട് തിരിച്ചറിയണത് അല്ലേ? പിന്നെയാണ് ഞാൻ ചിന്തിക്കും വേണ്ടായിരുന്നു, പറയണ്ടേനു. അങ്ങനത്തെ ആ ഒരു രീതി പിന്നെ വരും. പിന്നെ എന്തോ സങ്കടവും വരും പറയണ്ടേനു എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പറഞ്ഞു പോകുന്ന ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോ ശരിക്കും ആ ഒരു സ്ട്രെസ് ശരിക്കും ഒരു വല്ലാത്തൊരു ഇതാണ്, ഒരു പിരിമുറുക്കം തന്നെയാണ് നമുക്ക്. ഇമോഷണൽ വെൽനെസ് മനസ്സിലായല്ലോ. നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, പ്രഷർ, ഏത് ടഫ് സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതാണ് ഇമോഷണൽ വെൽനെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ സോഷ്യൽ വെൽനെസ്.
ഇമോഷണൽ വെൽനെസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടോ? നമ്മുടെ മൂഡ്സിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലായി അല്ലേ? ആ ഒരു സമയത്ത് നമ്മൾ പെരുമാറുന്നതും ഇപ്പൊ നമുക്ക് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ചിരി വരും. ഞാൻ എന്താ ആ സമയത്ത് കാണിച്ചു കൂട്ടിയതൊക്കെ ആലോചിച്ചിട്ട്. പ്രഗ്നൻസി സമയത്ത് എനിക്ക് ശബ്ദം ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ ചുറ്റുമുള്ളവരും അവരുടേതായ ചെറിയ ശബ്ദത്തിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ എനിക്ക് കേൾക്കുന്നത് ഭയങ്കര ശബ്ദമായിട്ടാ. ഞാൻ മിണ്ടാതിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ടി വി ഒക്കെ ഞാൻ ഓഫ് ചെയ്യിക്കും, ഓൺ ചെയ്യാൻ സമ്മതിക്കില്ല. ശബ്ദം ഭയങ്കര പ്രശ്നമായിരുന്നു. വേറെ ആരൊക്കെയോ പറയണ്ടായിരുന്നു അവർക്ക് സ്മെല്ലായിരുന്നു പ്രശ്നം. അങ്ങനെ നമുക്ക് ഓരോ നമ്മുടെ ആ ബോഡിയിലെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ അത് നമ്മുടെ ശരിക്കും ഇമോഷൻസുമായിട്ട് അങ്ങ് കണക്റ്റഡ് ആവുക. നമുക്കങ്ങ് ദേഷ്യം വരൂ, ഇതൊക്കെയൊക്കെ വരിക. പിന്നീട് ആലോചിക്കുമ്പോ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ചിരി വരുകയും ചെയ്യും. മാം ഈ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ വല്ല ടെക്നിക്ക് അങ്ങനെ ഉണ്ട്? എന്തൊരു ദേഷ്യമാണോ? അതിന് ടെക്നിക്ക് പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടെന്നല്ല, സിനിമയിലും അല്ലാതെ ആൾക്കാര് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എന്താ പറയാ ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ടിങ്ങും അങ്ങനെയുള്ളതും. പിന്നെന്താ, വെള്ളം കുടിച്ച് വായിലും ഉള്ളിലും കൂടെ വെള്ളം നിറച്ചു വെക്കും. അപ്പൊ ഒന്നും മിണ്ടല്ലോ. നമ്മളുടെ രീതിക്ക് അനുസരിച്ച് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ടെക്നിക്ക്. അതൊരു സിനിമയിലുണ്ട്, കൽപ്പന ഭർത്താവായിട്ട് അടി ചെയ്യുമ്പോ വായിൽ വെള്ളം കൊപ്പിളിച്ചിട്ട്. അതന്നെ, നമുക്ക് തന്നെ നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യും അതിനൊരു സൊല്യൂഷൻ. ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം അത്, നമ്മളെപ്പോഴും നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാം, നമ്മളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാം. ഞാൻ അവിടെ അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ, ഞാൻ എവിടെയാ ശരിയാകാനുള്ളത്, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമായിരിക്കും. നമ്മൾ പൊതുവെ എന്താ ചെയ്യാറ്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനായിട്ടും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടും അതിന്റെ ഒരു അംശം സമയം വേണ്ട. നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്ത്, നമ്മളെ ഒന്ന് അനലൈസ് ചെയ്ത്, നമ്മളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാം. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ശ്രദ്ധിക്കില്ല. നമ്മളെപ്പോഴും നമ്മളെങ്ങനെ തേച്ച് മിനുക്കി എടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാവും. അപ്പൊ ആ ഒരു മാറ്റം വരും. നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ എനിക്കും വരും മാറ്റം. അപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെയല്ല മാം, ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ക്ലാസ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഞാനത് ഉൾക്കൊള്ളും. എനിക്കത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവണം കേട്ടോ, എന്താ അതിന് നടക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്നെ ഒന്നുകൂടെ അനലൈസ് ചെയ്യും. ശരിയാണല്ലോ, കുട്ടികൾ പറഞ്ഞത് ശരിയാണല്ലോ, ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യും, എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യും, എന്നെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യും. എല്ലാ ആൾക്കാരും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകും, ഒരിക്കലും അത് ചെയ്യരുത്. നമുക്ക് ആരെയും വിധിക്കാനുള്ള ഇതൊന്നും ആരും തന്നിട്ടൊന്നുമില്ല. നമ്മളെ ജഡ്ജ് ചെയ്യാം. അപ്പൊ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ചുറ്റുമുള്ളത് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ മാറും. ക്ഷമ ഒക്കെ നമുക്ക് മോണ്ടിസോറി മെത്തേഡിലൂടെ, നമ്മുടെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ നമുക്ക് വരും ക്ഷമയൊക്കെ. നമ്മുടെ ഉള്ളിലൊക്കെ എന്തോരം കഴിവുകൾ, പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിയൂ, നമ്മളതൊന്നും അറിയണില്ല. ഇനി നമ്മൾ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിട്ടിസൈസിസ്, സെൽഫ് ജഡ്ജ്മെന്റലൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊക്കെ ഇതെല്ലാം പുറത്തേക്ക് വരും. നമ്മൾ അത് കണ്ടോളും. കുറച്ച് നാളായില്ലേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്, ഞാനാണോ ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. നമ്മൾ സ്വയം ഒന്ന് നമ്മളെ തട്ടും, ഐ ആം ഗുഡ് എന്നൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പറയും. സെൽഫ് പാറ്റ് അത് ആവശ്യമാണ്, ഐ ആം ഗുഡ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലെ, നമ്മളൊരു ഇൻഡിവിജ്വൽ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുവാണ്. നമ്മളൊരു ഫാമിലി ഉണ്ട്, നമുക്കൊരു നൈബർഹുഡ് ഉണ്ട്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റി ഉണ്ട്. നമുക്കറിയാം നമ്മുടെ മദർ നേച്ചർ നമുക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് വേണ്ടുന്ന റിസോഴ്സസ് എല്ലാം നമ്മൾ ഈ ഭൂമിയിൽ നിന്നും എടുക്കുവാണ്. വാട്ടർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എന്തും. ഈ അവിടെ ഒരു വീട് വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെയോ ക്ലാസ്സിൽ കുട്ടികൾ പറയണ്ടായിരുന്നു, നമ്മള് ഭൂമി ഒരു സങ്കല്പാണല്ലോ, സോ ഗോഡ് എന്നുള്ള രീതിയിൽ ശ്രീ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അവൾ ഭൂമി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അനുവാദം ചോദിച്ചിട്ട് വീട് വെക്കുന്നു അല്ലെ. സോഷ്യൽ വെൽനസ് ആ പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഞാൻ തന്ന ലിങ്കിലാണ് അതുള്ളത് കേട്ടോ. കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വളരുവാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ PDF-ലുള്ളത് മാത്രം എന്നുള്ള രീതിയിലല്ല ഞാൻ ക്ലാസ്സിലൊക്കെ പോകുന്നത്. ഓക്കെ, എന്നോട് പലപ്പോഴും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിനിസ്ട്രേറ്റർ സീതം ചോദിക്കും,
മിസ് ഔട്ട് ഓഫ് സിലബസ് ആണോ ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മാം. ഓക്കെ, കണക്ട് ചെയ്യാൻ. കാരണം വെല്ലസ് PDF നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു കുഞ്ഞു 2 സെന്റൻസോ 1 സെന്റൻസോ, ഞാൻ അത് നോക്കിയിട്ടും കൂടി ഇല്ല എന്താ വെല്ലസ് കിടക്കുന്നതെന്നുള്ളത്. അത് പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം വെല്ലസ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഹെൽത്തും ഹൈജീനും കഴിഞ്ഞു വരുമ്പോ നമ്മൾ ആകെ മൊത്തം നമ്മളുടെ ക്ഷേമം, സന്തോഷ, സമാധാനം അതിനെപ്പറ്റി കണക്ട് ചെയ്യുന്നതാണ് വെൽനസ്. പറഞ്ഞത് മദർ നേച്ചറിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ എടുക്കുന്നു. ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു ശരിയാ, നമ്മൾ വീട് വെക്കാൻ പോകുമ്പോൾ നമ്മള് അനുവാദം ചോദിക്കും. അപ്പൊ ഒരു കുട്ടി എന്നോട് പറയുമായിരുന്നു, ഈ മാവില് പോയിട്ട് മാങ്ങ പറിച്ചെടുക്കുമല്ലോ കറി വെക്കാനും എന്തിനെങ്കിലൊക്കെ ആയിട്ട്, മാവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാനത് പറിക്കാറ്. കറിവേപ്പില പറിക്കുമ്പോ ഞാൻ പെർമിഷൻ ചോദിക്കുന്നു, ഞാൻ പറിച്ചോട്ടെ എന്ന് പെർമിഷൻ. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഇതുങ്ങളും ജീവനുള്ളതല്ലേ. ഞാൻ നട്ടു വളർത്തിയതുകൊണ്ട് എനിക്ക് തോന്നുന്ന പോലെ പറിച്ചെടുത്തോണ്ട് പോവാന്നല്ലല്ലോ. അവർക്കും ജീവനുണ്ട്, അവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെയൊന്ന് നോക്കിയേ, അതിനോട് സംസാരിച്ച് അതിനോട് പെർമിഷൻ ഒക്കെ വാങ്ങി അതിനെ ഒന്ന് കഴുകി അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല പോലെ പൂത്തുലഞ്ഞ് പുഷ്പിച്ചു വരും. അത് ട്രൈ ചെയ്താൽ മനസ്സിലാകുന്നേ ഉള്ളൂ. ഞാൻ ഈ ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വീട് വെക്കാനായിട്ട് വന്നപ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ചെറിയ പൊക്കം കുറഞ്ഞ തെങ്ങുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തേങ്ങ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് അതിന് 2 or 3 തേങ്ങ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പണിക്ക് വന്ന ആൾക്കാരും ഹസ്ബൻഡും തൊട്ടടുത്ത വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു തെങ്ങങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം, തെങ്ങങ്ങ് വെട്ടിക്കളഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെട്ടില്ല, അതവിടെ നിന്നോട്ടെ. കാരണം ആ തെങ്ങ് അവിടെ നിന്നാലുള്ളൊരു പ്രശ്നമായിട്ട് എല്ലാരും പറഞ്ഞത് വീടിനോട് ചേർന്നാണ്. അത് മാത്രമല്ല അതിന്റെ ഓല ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കിടക്കുക. അപ്പൊ മഴ പെയ്യുമ്പോൾ സിറ്റ് ഔട്ട് മുഴുവൻ ഈ ഓലയിൽ വെള്ളം വീണ് തെറിച്ച് ഫുൾ നനയും. ഞാൻ പറഞ്ഞു സാരില്ല, അതേ ഉള്ളൂ പ്രശ്നം, വേറെ ഒന്നുമില്ല, സാരില്ല, അത് വെട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു താമസം തുടങ്ങി. ഞാൻ അതിന് തടമൊക്കെ എടുത്ത് എന്താ പറയാ നമ്മുടെ ജൈവവളം അതൊക്കെ ഇട്ട് നല്ലപോലെ അതിന് നനച്ചു. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിറയെ തേങ്ങ ഉണ്ടായി. പിന്നെ തേങ്ങ ഉണ്ടായപ്പോ തിങ്ങി നിറഞ്ഞ തേങ്ങ ഉണ്ടാവുമായിരുന്നു. നമ്മൾക്ക് അത് കരിക്കായിട്ട് കഴിക്കാനാണ് നല്ലത്. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓടിപ്പോവുക, പറഞ്ഞെടുത്തോണ്ട് വരിക, വേഗം അവർക്ക് കരിക്കിൻ വെള്ളം കൊടുക്കുക. വരുന്നവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. നമുക്കും ഇടയ്ക്ക് നല്ല ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഓടിപ്പോയി കരിക്കെടുക്കുക, പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ച് കഴിക്കുക. അപ്പൊ അത് ഒരു ഡിഫറൻസ് ആയിരുന്നു. നമ്മൾ അതിനോട് സംസാരിക്കും. കുട്ടികൾ ഇങ്ങനെ പെർമിഷന്റെ കാര്യം പറഞ്ഞപ്പോ പിന്നെ തുടങ്ങി ഞാൻ അതിൽ നിന്ന് തേങ്ങ എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടേ എടുക്കുള്ളൂ. മറ്റേ ചോദിക്കുന്ന പരിപാടി എനിക്കില്ലായിരുന്നു കേട്ടോ. ഒരു കുട്ടി ക്ലാസ്സിൽ പറഞ്ഞപ്പോഴാണ്, അതിപ്പോഴും ഉണ്ട്, നിറയെ തേങ്ങയുണ്ട്, നിങ്ങൾ വീട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും. ഓക്കെ, അങ്ങനെ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഇവിടെ ഇന്റീരിയർ ചെയ്യാൻ വന്ന് എന്റെ അമ്മായി ചോദിക്കും കണ്ടോ, ചില മരം വെട്ടുകാരങ്ങനെയാ, അവര് പെർമിഷൻ ചോദിച്ചിട്ടാണ് ആ മരം വെട്ടുള്ളൂ. മരം വെട്ടൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരങ്ങനെയാണ്. പണ്ടത്തെ ആൾക്കാർ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഫോളോ ചെയ്യും. അപ്പൊ അതുപോലെ ഞാനൊരു കറിവേപ്പ് നട്ടു. ഭയങ്കര ആഗ്രഹിച്ചാൽ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങാൻ താല്പര്യമില്ല. കറിവേപ്പ് നട്ടു, നല്ല രീതിയിൽ അത് വന്നു. അപ്പൊ കിണറിന്റെ തൊട്ടടുത്തായി പോയി നട്ടത്. അപ്പൊ എല്ലാരും പറഞ്ഞു അവിടെ നിന്ന് മാറ്റി നടന്നു പോകും. അപ്പൊ അവിടെ നിന്ന് പറിച്ചെടുത്ത് വേറെ സ്ഥലത്തേക്ക് നട്ടു. ഈ പറിച്ചു നടുമ്പോൾ ഒരു പ്രശ്നം, അത് അഡാപ്റ്റഡ് ആയി വരാൻ, ആ സാഹചര്യവുമായിട്ട് അത് ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ വന്ന ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി. അത് പതുക്കെ പതുക്കെ ഉണങ്ങി വന്നു. എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ കുറെ നേരം അതിന്റെ അടുത്ത് പോയി നിന്നിങ്ങനെ സംസാരിച്ചപ്പോ ഇപ്പൊ അതിന്ന് അതിന്റെ പച്ചയുണ്ട് 3-4 ഇങ്ങനെ ഇലയുടെ 3-4 സംഭവങ്ങൾ ഇങ്ങനെ ആയി വന്ന് അതിങ്ങനെ വരുന്നുണ്ട്. അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അതിനോട് സംസാരിച്ചുകൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ അതിപ്പോ ശരിയായി വരുന്നുണ്ട്. അതുപോലെ അവിടെ താമസിക്കും വന്നപ്പോ കൊറേ വാഴ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വാഴയുടെ കന്ന്, വാഴക്കന്ന് എന്നല്ലേ പറയണേ, ആ ചെറിയ ചെറിയ കുട്ടി വാഴകളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ വെച്ചപ്പോ പണ്ട് നിറയെ വാഴ നിന്നൊരു സ്ഥലമായിരുന്നു ഞങ്ങൾ വീട് പണിയുന്ന സമയത്ത്. അപ്പൊ അതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണീന്റെ അടിയിൽ ഉണ്ടായിരിക്കും. ഒരു കുഞ്ഞു വാഴ അതിൽ നിന്ന് മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ പുതിയ കന്ന് കൊണ്ടുവന്ന് നട്ടപ്പോ ഞാൻ ഈ നടാൻ വിളിച്ച ആൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ തന്നെ പൊട്ടി വന്ന ആ വാഴനെ ചവിട്ടി അങ്ങ് അരച്ചു. കുറെ പറിച്ചും കളഞ്ഞു കൊണ്ട് ചവിട്ടി അരച്ചു. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ എന്ത് ചെയ്തു, അത് മണ്ണിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നട്ടു. നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പൊ നല്ല വലിയ ഇലയായിട്ട് അത് വളർന്നു വന്നിട്ടുണ്ട്. ആ ആള് ചവിട്ടി അരച്ച് കളയാൻ നോക്കിയത്. ഞാൻ അത് വളരില്ല, നന്നാവില്ല എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തേട്ടോ. അപ്പൊ എനിക്കത് കണ്ടപ്പോ വിഷമായി. പിന്നെ പുള്ളിയുടെ മുന്നിൽ വെച്ച് അത് കാണിക്കണ്ടല്ലോ എന്ന് വെച്ച് പുള്ളി പോയി കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് നട്ടിട്ട് നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു. ഇപ്പൊ നല്ല ഹൈറ്റിലായിട്ടുണ്ട്. വാഴ കൊലയ്ക്കാറുമായിട്ടുണ്ട്. നിറയെ വലിയ ഇലകളുമായിട്ടുണ്ട്. ഇവയ്ക്കൊക്കെ ജീവനുള്ളതാണ്, മെമ്മറി ഉണ്ട്. നമ്മൾ അവരോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുമ്പം അവരുടെ ബ്രെയിനിൽ, അവരുടെ മെമ്മറിയിൽ അത് സ്റ്റോർഡ് ആവും. അത് മതി അവര് ജീവിക്കാന്നുള്ളത് അല്ലെ. ചില ആളുകളോട് നമ്മൾ സ്നേഹത്തോടെ സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖത്ത് ആ മാറ്റം വരൂലേ, ഭയങ്കര തെളിച്ചം വരും. ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു തെളിച്ചം നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ അപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ ഇന്റീരിയർ ചെയ്യാവുന്ന ഒരു പയ്യൻ പറയുമായിരുന്നു, ഒരു വീട്ടിലൊരു മാവ് ഉണ്ടായിരുന്നു. അവരാ ശ്രദ്ധിക്കാറൊന്നുമില്ല ആ മാവിന്. അപ്പം അവിടെ ആരോ വന്നപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ മാവിന് വേണ്ട, വെട്ടിക്കളയാന്നോ അങ്ങനെ എന്നാണ്ട് അവര് പറഞ്ഞു. വെട്ടാൻ താമസിച്ചു. അടുത്ത മാങ്ങ ഉണ്ടാവുന്ന കാലായപ്പോ മാവ് ഫുൾ പൂത്ത് നിറയെ മാങ്ങ കൊടുത്തു എന്നാ പറയണേ. മാവ് വാശിക്ക് ചെയ്തായിരിക്കും. അവർക്കൊക്കെ മെമ്മറി ഉണ്ട്. അതുകൊണ്ട് അവയോടൊക്കെ സംസാരിക്കും. അതൊക്കെ തന്നെ നമ്മളെ മാറ്റാനായിട്ട് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സോഷ്യൽ വെൽനെസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ മദർ നേച്ചറിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നതല്ലേ. വീട് വെക്കുന്നു, നമുക്ക് വെള്ളത്തിന് വേണ്ടി കിണർ കുത്തുന്നു, ബോർവെല്ല് കുത്തുന്നു ചിലര്. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികൾ നട്ട് അതിൽ നിന്നൊക്കെ എടുക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി ആ മണ്ണ് യൂസ് ചെയ്യുന്നു. അങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചെന്ത് കൊടുക്കുന്നു? നമ്മൾ തിരിച്ച് ഈ ഭൂമിക്ക്, അതിനെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ നമ്മൾ തിരിച്ചെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളുടെ കോൺട്രിബ്യൂഷൻ, സോഷ്യൽ കോൺട്രിബ്യൂഷൻ. ഞാൻ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ ഞാൻ തിരിച്ചെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതാണ് സോഷ്യൽ വെൽനെസ്സിൽ വരുന്നത്. നമ്മളൊരു സൊസൈറ്റിയിലാണ്, ഞാൻ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ കുറെ സൊസൈറ്റികൾ ചേർന്ന് കഴിയുമ്പോഴാണല്ലേ ഒരു നാട്, ഒരു രാജ്യം, പിന്നെ അത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാകുന്നത്, ഈ ഒരു യൂണിവേഴ്സിന്റെ ഭാഗമാകുന്നത്. അങ്ങനെ ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ. സോഷ്യൽ ആക്സെപ്റ്റൻസ് എനിക്ക് വേണം. എന്റെ മുന്നിൽ വരുന്ന വ്യക്തികൾ അവരെങ്ങനെയോ ആയിക്കോട്ടെ, ചിലപ്പോ അവർ ദേഷ്യപ്പെടുന്നവരായിരിക്കും, എങ്ങനെയോ ആയിക്കോട്ടെ, അവരെങ്ങനെയാണോ അവരെ ആ രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റുന്ന ഇടങ്ങളിൽ നമുക്ക് ഇടപെടാം. നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നീ അത് ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് പറയാൻ പറ്റുന്ന ഇടങ്ങളാണെങ്കിൽ പറയാൻ, പറ്റാത്ത ഇടത്ത് പോയി പറയരുത് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റണം. കാരണം നമ്മൾ അത് ചെയ്യുന്നത് കൊണ്ട് അവൾ ഉയരുകയേ ഉള്ളൂ, അവൾ തളരുകയില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അവിടെ പറയാം. ഓക്കെ, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ. നമ്മുടെ കുറവുകൾ ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമ്മളെ തിരുത്തുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമുക്കൊരു കണ്ണാടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ സോഷ്യൽ ആക്സെപ്റ്റൻസ്, അക്സെപ്റ്റിംഗ് അതേഴ്സ് ആസ് ദേ ആർ. അവരെങ്ങനെയാണോ അങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യും. ഈ ഹസ്ബൻഡ് ഇടയ്ക്ക് ഇങ്ങനെ പറയും, ബസ്സിലൊക്കെ പോകുമ്പോൾ ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അവരെ പരിചയം കൂടി ഉണ്ടാവില്ല കേട്ടോ. അവരുടെ മാനറിസം കാണുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നും. ഇപ്പൊ അങ്ങനെ ദേഷ്യം തോന്നേണ്ട ആവശ്യം എന്താ? അവരെങ്ങനെയോ അവരെ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മളുടെ മാനറിസം കാണുമ്പോൾ അവർക്കും ദേഷ്യം വരുന്നുണ്ടെങ്കിലും അപ്പൊ അവരെങ്ങനെയോ അവരെ ആക്സെപ്റ്റ് ചെയ്യാതെ, ഇൻഡിവിജ്വൽ, അവർ ഇൻഡിവിജ്വൽ ആണ്. അവരുടെ അത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതല്ലാതെ നമ്മള് വേറെ കൂടുതൽ നമ്മളത് ദേഷ്യം തോന്നി ചിന്തിച്ചാൽ നമ്മൾക്ക് ടെൻഷൻ ആവുന്നല്ല, നമ്മൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നല്ലാതെ അവരെ അത് ബാധിക്കുന്നതും കൂടി ഇല്ല. അപ്പൊ ആ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ്, ആളുകൾ എങ്ങനെയാണോ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സൊസൈറ്റിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ നമുക്ക് പറ്റുക. സോഷ്യൽ ആക്ച്വലൈസേഷൻ, നമുക്കൊരു പോസിറ്റീവ് കംഫർട്ട് ഫീൽ ചെയ്യുന്നു ആ ഒരു സൊസൈറ്റി മറ്റ് നമുക്ക് മേർജ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ,
നമ്മള് ഫ്രൂട്ട് സാലഡ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? കുറെ പല പല ഡിഫറെന്റ് ടൈപ്പ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടിട്ട് അതിനൊരു ക്രീം അങ്ങ് ഒഴിച്ച് അതങ്ങ് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ? പല പല ടെക്സ്ചറിൽ വരുന്ന ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സൊസൈറ്റി. നിങ്ങളൊരു ക്ലാസ് റൂമിൽ ചെല്ലുമ്പോഴും അവിടെയും ഫ്രൂട്ട് സാലഡ് തന്നെയാണ്. പല പല രീതിയിലുള്ള കുട്ടികളാണ് വരുന്നത്. ഇവരെല്ലാം കൂടെ നമ്മളുടെ കൂടെ അങ്ങ് മേർജ് ചെയ്ത് ഇഴുകി ചേർന്ന് വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും ആ ഒരു ക്ലാസ് റൂമിന്, ആ ഒരു ക്ലൈമറ്റ്. നമ്മളും ഇവിടെ ഫ്രൂട്ട് സാലഡ് അല്ലേ ഉണ്ടാക്കുന്നേ. പല പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ആണ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് കരട് പോലൊരു ഫ്രൂട്ട് ഞാനും കൂടെ അങ്ങ് വന്ന് ആ ഫ്രൂട്ട് സാലഡിന് എത്രത്തോളം മധുരവും എത്ര ക്രീമി ആകണമെന്ന് നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. പുറത്തുനിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ഫ്രൂട്ട് സാലഡ് ആകട്ടെ, എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മധുരം. ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങളും ഇവിടെ ഇറങ്ങും. അപ്പൊ ആ ഫ്രൂട്ട് സാലഡിന്റെ മധുരം നമ്മുടെ മനസ്സിലുണ്ടാകണം, എന്നിലും ഉണ്ടാവണം, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം. ആ ഒരു സോഷ്യൽ ആക്ച്വലൈസേഷൻ, നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ കംഫർട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല ക്ലാസ്സിൽ കയറിയിരിക്കാൻ, ഞാൻ കയറുന്നില്ല, ആ ഒരു ഫീൽ ആയിരിക്കും നമുക്ക്. നമുക്ക് ആ ഒരു കംഫർട്ട്, ഇത് എന്റെ പ്ലാറ്റ്ഫോമാണ്, എനിക്കിവിടെ എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെ റിവീൽ ചെയ്യാൻ, എന്റെ കഴിവുകൾ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നൊരു ഫീല് വരുമ്പോഴേ നമ്മൾ ആ ഇടത്തിരിക്കുള്ളൂ. അതേസമയം ഇത് എന്റെ സ്പേസ് അല്ല, എന്നെ ഇവിടെ ആരും കൺസിഡർ ചെയ്യുന്നില്ല, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന് തോന്നി നമ്മൾ ഇവിടെ നിന്ന് മാറും അല്ലെ? നമ്മുടെ ഒരു ഇടമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ എല്ലാരും ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നൊരു ഫീല് നമുക്ക് വരും. നമ്മൾ ഇപ്പൊ എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ഈവൻ നമ്മളൊരു ഗ്രാമപ്രദേശത്താണെങ്കിൽ നമ്മുടെ നൈബർഹുഡിലെ അവിടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ, അവർക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുന്നു. അവിടെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെയുള്ള പോലെ തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അതൊക്കെ തന്നെയാണ് സോഷ്യൽ ഇന്റഗ്രേഷൻ, സോഷ്യൽ ആക്ച്വലൈസേഷൻ എല്ലാം. എനിക്ക് എന്താണ് അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്നും വേണ്ട, ആ ഒരു നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ആരെങ്കിലും മരണപ്പെടുവോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടി അവിടെ എത്തും. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സപ്പോർട്ട് അവിടെ ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെ? അത് ഒരു ആചാരത്തിന്റെ ഭാഗം മാത്രല്ല, അതൊരു സോഷ്യൽ സപ്പോർട്ടാണ്. അവരാകെ ഡൗൺ ആയിരിക്കുകയാണ്. പിന്നെ അതുമല്ല, അവിടെ ഒരു എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ മരിച്ച ഒരു വ്യക്തിയുടെ ബോഡി ആയിരിക്കും ഇരിക്കുന്നത്. കാര്യം നമുക്ക് എത്ര സ്നേഹമുള്ള ആളെന്ന് പറഞ്ഞാലും നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാവും. അത് വേറെ നെഗറ്റീവ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ജീവനില്ലാത്തൊരു ബോഡിയില് അണുക്കൾ കൂടുതൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ചില ചന്ദനത്തിരികളും അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പുകയ്ക്കുന്നത്. അപ്പൊ ഈ അസുഖങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് കഴിയുമ്പോൾ നമ്മൾ അവിടെ വൃത്തിയാക്കുന്നതും കുളിക്കുന്നതും. എല്ലാരും അത് ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് പറയും, പക്ഷെ അതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭക്ഷണം അവിടെ കുക്ക് ചെയ്യാത്തത്. കാരണം ആ ഭക്ഷണം ചിലപ്പോൾ മോശമാകാൻ ചാൻസ് ഉണ്ട്, അണുക്കൾ കൂടുതലുള്ളത് കാരണം. അതാണ് അവിടെ ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ അവിടെ കുക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് പല കാര്യങ്ങളും അതിന്റെ ഫാക്ടേഴ്സ്. ആ ഒരു സ്നേഹം, പരസ്പരമായിട്ടുള്ള സ്നേഹം, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഒക്കെയാണ്. നമ്മൾ അടുത്ത വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, അവര് കഴിക്കും, വേണ്ടാന്ന് പറഞ്ഞാലും അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു. കാരണം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാം, കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തളർന്നു പോകും. നിർബന്ധിച്ചവർ നമ്മുടെ സ്നേഹം കൊണ്ടുള്ള നിർബന്ധം കാരണം അവർ കഴിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു സോഷ്യൽ ആക്ച്വലൈസേഷൻ, സോഷ്യൽ ഇന്റഗ്രേഷൻ. ഇതാണ് സോഷ്യൽ വെൽനസ്. ഈ സോഷ്യൽ വെൽനസ് നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ വരുന്നതാണ് സോഷ്യൽ വെൽനസ്. അതൊരു ക്ലാസ് റൂം ആകാം, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളാകാം, നിങ്ങളുടെ നൈബർഹുഡ് ആകാം, നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആകാം. ഓക്കെ, നെക്സ്റ്റ് എന്തെങ്കിലും ഷെയർ ചെയ്യാട്ടോ? സോഷ്യൽ വെൽനസ്സില് ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുന്ന് എന്റെ ക്ലാസ് തന്നെയാണെന്ന്. ശരിയായി വരുന്നു. ഓക്കെ, സോഷ്യൽ വെൽനസ് ഓക്കെ അല്ലേ? എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അടുത്തേക്ക് പോവാം. ഇത് വായിച്ചിട്ട് വന്നിട്ടുള്ള ആർക്കെങ്കിലും എനിക്ക് ക്ലാസ് ഒന്ന് ലീഡ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടോ? പ്ലീസ്. എനിക്കിങ്ങനെ സുഖിച്ചൊരു സൈഡിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കാനാ, ആരുമില്ല. രേവതിയുടെ വീഡിയോ ഓൺ ആയതുകൊണ്ട് രേവതി എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. ഞാൻ ഷോപ്പിലാ.
ആണോ? ശരി ശരി, ഓക്കെ, കുഴപ്പമില്ല. ഷോപ്പിലായിരുന്നിട്ട് കൂടി വീഡിയോ ഓൺ ചെയ്യാനുള്ള ചങ്കൂറ്റം നമിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ റെന്റിന് കൊടുക്കുന്ന ഷോപ്പാ. ആണോ? വെരി ഗുഡ്. ഈ റെന്റിനെല്ലാം രാവിലെ വന്ന് പോകും പണിക്കാരെല്ലാം. അതാണ് പിന്നെ ഈ ഒരു സമയമൊക്കെ ഫ്രീ ആയിരിക്കും. അത്യാവശ്യം ഇടയ്ക്ക് ഓരോരുത്തർ വരത്തുള്ളൂ. അതാണ് ധൈര്യമായിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. എവിടെ സ്ഥലം എവിടെയാ? പന്നിമറ്റം തൊടുപുഴ കഴിഞ്ഞു. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ അവിടെ. ഇവിടെ ഭയങ്കര ചൂടാ. ആണോ? അതായത് ഞാൻ നിൽക്കുന്ന ഷോപ്പിന്റെ സൈഡ് ഭയങ്കര ചൂടാ. ഞങ്ങളുടെ വീട് ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളിലേക്കും കൂടെ കയറും. അവിടെയാണ് ഭയങ്കര തണുപ്പ്. വീടിന്റെ എന്റെ സ്ഥലം സ്കിന്നൊക്കെ ഇപ്പൊ മേത്തൊട്ടി, പന്നിമറ്റം മേത്തൊട്ടി. സ്കിന്നിന് എന്ത് പറ്റി? രാവിലത്തെ ഈ തണുപ്പും ചൂടും എല്ലാം കൂടെ എന്റെ സ്കിന്നാണ് തൊലി പൊളിയുന്നു. ഓ, അതുപോലെ തണുപ്പാണ്. ഈ ഒരു ഞങ്ങള് ചുറ്റും മരത്തിന് ചുറ്റുമാ വീട്. അതാണ് നല്ല തണുപ്പ്. ആ ആ. രേവതിയുടെ സ്കിൻ ക്ലൈമറ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ആവുന്നില്ല കാരണം. ആണോ? രേവതിയുടെ സ്കിൻ ഒന്ന് നേരെയാക്കാൻ നിങ്ങൾക്ക് ആർക്കും ഒരു റെമഡി പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഞാനിപ്പോ മോയ്സ്ചറൈസറെ നിൽക്കുന്നത് ഇപ്പൊ. മിസ്സിന്റെ വീട് എവിടെയാ? എന്റെ വീടാണോ? എന്റെ വീട് പറവൂര് ടൗണിൽ തന്നെയല്ല, അവിടുന്ന് കുറച്ച് മാറിയിട്ട് നന്ദിയാട്ടുകുന്നെന്ന് പറയും. ഓക്കെ, സോ സ്പിരിച്വൽ വെൽനെസ് മാം അടുത്ത അല്ല, ഇന്റലക്ച്വൽ വെൽനെസ്. ശരി പറഞ്ഞു. മാം അടുത്ത സോഷ്യൽ വെൽനസ് പഠിച്ചിട്ട് വായിച്ചാ പോരെ? കേട്ടില്ല, എന്താണ് ഐശ്വര്യ? അടുത്ത ക്ലാസ് സോഷ്യൽ വെൽനസ് ഇച്ചൂടെ പഠിച്ചിട്ട് വായിച്ചാ പോരെ? ഓ, ഞാൻ വായിച്ചാൽ മതി എന്നാണോ, അതോ എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. അല്ല, മിസ് പറഞ്ഞില്ലേ ആരെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടോന്ന്? ഞാൻ വായിക്കാനല്ല പറഞ്ഞത്. ആരെങ്കിലും ക്ലാസ് ഒന്ന് ലീഡ് ചെയ്യാമോ? എനിക്ക് പഠിച്ചിട്ടെന്നുള്ള വാക്കേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സോറി മാം. നോ സോറി ഒന്നും പറയില്ല. നമ്മുടെ ലേണിംഗ് പ്രോസസ് ആണ്. നിങ്ങൾക്ക് നമ്മളത് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. നിങ്ങൾക്ക് പേടിയാണ്, അയ്യോ ഇത് പഠിച്ച് എനിക്ക് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങണമല്ലോ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും മനസ്സിൽ. അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. അപ്പൊ അത് നമ്മളുടെ തലയിലിരിക്കുന്ന നമ്മളുടെ തലയിൽ നിന്ന് പോവുകയില്ല. അല്ലെങ്കിൽ വല്ല ഡിമെൻഷ്യ ഒക്കെ വയസ്സാകുമ്പോൾ വരണം, എന്നാൽ മാത്രമേ നമ്മൾ മറന്നുള്ളൂ. അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എക്സാം എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ കാര്യത്തെ പറ്റി വിഷമിക്കുകയും വേണ്ട. പ്രീവിയസ് ബാച്ച് ആരെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഇപ്പൊ പരീക്ഷ കഴിയുമ്പോ ആദ്യമായിട്ട് പരീക്ഷ എഴുതി കഴിയുമ്പോ അവര് പറയുന്നു, ഓ മിസ് സമാധാനമായി, ഭയങ്കര എളുപ്പമായിരുന്നു, ക്ലാസ്സിൽ ഇരുന്ന് കേട്ട കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നേന്ന് ഓരോ ക്വസ്റ്റ്യൻ വായിക്കും. നമുക്കൊരു കോഴ്സ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ, എക്സാമിനേഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ വേണം അല്ലെ? നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുമ്പോ, മാർക്ക് ലിസ്റ്റ് തരുമ്പോ എന്റെ എഫേർട്ടിന് കിട്ടിയതാണെന്ന് നമുക്ക് തോന്നണം അല്ലെ? അല്ലാണ്ട് കാശ് കൊടുത്ത് നമുക്ക് പോയി വാങ്ങാൻ പറ്റും എവിടെ നിങ്ങളൊക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഒക്കെ? കുറച്ച് കാശ് അധികം പേ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെയല്ല, ഞാൻ എന്റെ എഫേർട്ടും കൊണ്ട് നേടിയതാന്ന് അഭിമാനത്തോടു കൂടി ആ കോൺവെക്കേഷൻ നടക്കുമ്പോ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നമുക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. അതിന് എന്നോട് ഒന്നും തോന്നരുത്. സാരമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നില്ല. സാരമില്ല മിസ്, തുടങ്ങിക്കും. അല്ല, ഞാൻ ഉദ്ദേശിച്ചു മാം വായിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചേ. വേറൊന്നുമല്ല, കേട്ടെ. അതെ അതെ, ചിലപ്പോ നന്നായിട്ട് പ്രസന്റ് എന്തോ എനിക്ക് മനസ്സിലായില്ല. എന്താണ് പറഞ്ഞേ? ക്ലാസ് എടുത്തില്ലേ? അതാണോ ചോദിച്ചത്? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് കുറെ ദിവസമായില്ലേ, അപ്പൊ ചിലപ്പോ നിങ്ങളെ അടുത്തൊന്നും വായിച്ചു ഗ്രൂപ്പിലിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത് കൊള്ളാലോ, എനിക്കിത് ക്ലാസ് എടുക്കാൻ പറ്റുമല്ലോ, ഞാനൊന്ന് എടുത്തു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ച് ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരരുത്. നമ്മുടെ ക്ലാസ് വേറെ ആരും ഇവിടെ എത്തി നോക്കാനൊന്നും വരില്ല. അങ്ങ് അറ്റാക്ക് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പൊ നെക്സ്റ്റ് ഞാൻ എടുക്കേണ്ടത് ഇന്റലക്ച്വൽ വെൽനെസ് ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്റലക്ച്വൽ വെൽനെസ്, സ്പിരിച്വൽ വെൽനെസ്, ഒക്യുപേഷണൽ വെൽനെസ്, എൻവിയോൺമെന്റൽ വെൽനെസ്, ഫിനാൻഷ്യൽ വെൽനെസ്, കൾച്ചറൽ വെൽനെസ്, ക്ലൈമറ്റ് വെൽനെസ്, ഇത്രയും കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ സോഷ്യൽ വെൽനെസിന്റെ അവിടെ വെച്ചങ്ങ് നിർത്താണ്.
ബാക്കി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചു വരാൻ പറ്റിയിട്ട് ക്ലാസ്സിൽ ഞാൻ ഇതെടുക്കാം എന്ന് പറഞ്ഞു വരുവാണെങ്കിൽ നമ്മളെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും, ഞങ്ങൾ കേൾക്കും കേട്ടോ. തമ്മിൽ ഗ്രൂപ്പിലൊന്ന് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് പറയാം ഞാൻ ഇതെടുക്കാം, ഇന്റലക്ച്വൽ വെൽനസ് ഞാൻ എടുക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ വെൽനസ് ഞാൻ എടുക്കാം, ഒക്യുപ്പേഷണൽ വെൽനസ് ഞാൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരായിട്ട് അസൈൻ ചെയ്ത് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കുറെ പേര് ക്ലാസ്സിൽ കയറുന്നുണ്ട്, ചിലപ്പോ എല്ലാവർക്കും വന്ന് കയറി നിന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഒരാളെടുക്കും, ഇത് കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം നമ്മളുടെ എക്സ്പീരിയൻസസ്, ഞാനും ആഡ് ചെയ്യും. നമ്മൾ ഓരോരുത്തരും പറയും ഇത് ഇങ്ങനെയാണ്, ശരിയാണ്, ഇത് ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് ഇതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് നമുക്ക് ഒരുമിച്ച് ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഒരു കഥ പറഞ്ഞു വന്നത് ഞാനൊന്ന് നിർത്തിയിരുന്നു, സോഷ്യലിനോടുള്ള എന്റെ വിരോധം. എനിക്ക് സോഷ്യൽ പഠിക്കാൻ അത്ര ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ഈ യുദ്ധം നടന്നതും അതിന്റെ ഡേറ്റ് ഓർത്ത് വെക്കുക, കുറെ നല്ല നീളമുള്ള പേരുള്ള ആൾക്കാരെ ഓർക്കുക, അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. അപ്പോ എന്നിട്ട് പക്ഷെ നമുക്ക് പരീക്ഷ എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തൊക്കെയൊക്കെയോ കാണാതെ പഠിച്ചു പോയിരുന്നു. പരീക്ഷ എഴുതി വലിയ മാർക്കൊന്നും എനിക്ക് സോഷ്യലിൽ ഉണ്ടായില്ല. 40, 38 അങ്ങനെ എങ്ങാണ്ടൊക്കെ വന്നുള്ളൂ. 50-ലാണ്. പക്ഷെ ടോട്ടൽ മാർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടായിരുന്നു, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അത് മാത്സും സയൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും മലയാളവും ഇംഗ്ലീഷും ഒക്കെ വലിയ ഇഷ്ടമായത്, അതൊക്കെ നല്ലപോലെ മാർക്കുള്ളത് കൊണ്ട് സോഷ്യലിന്റെ മാർക്ക് കുറഞ്ഞു കോമ്പൻസേറ്റ് ആയി. അപ്പൊ അങ്ങനെ ഇതായി. ഞാൻ പഠിച്ച സ്കൂൾ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ഈ മലയാളം മീഡിയം ആയിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ മലയാള മീഡിയത്തിന്റെ പ്രസക്തി ഇല്ലാതായി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കുട്ടികളെ ചേർക്കാൻ തുടങ്ങി. ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ സ്കൂൾ, അതായത് ഞാൻ പഠിക്കുമ്പോൾ ഒരു വർഷത്തെ 10th ബാച്ചിൽ നിന്ന് 150 പേരാണ് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ പിന്നീട് ഒരു 25 വർഷം കഴിഞ്ഞ് അവിടെ ഒരു ഗെറ്റ് ടുഗദർ നടത്താനായിട്ട് അവിടെ ചെന്നപ്പോ കണ്ട അവസ്ഥ, സ്കൂൾ 5ാം ക്ലാസ് തുടങ്ങിയ സ്കൂളാണ്, 5 തുടങ്ങി 10 വരെ ആകെ കുട്ടികൾ 40 പേര്. ഒരു വർഷം SSLCക്ക് 150 പേര് പരീക്ഷ എഴുതി ഇറങ്ങിയ സ്കൂളിലാണ് ആ ഒരു അവസ്ഥ. സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ഞങ്ങൾ ഓൾഡ് സ്റ്റുഡൻസ് അവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഇംഗ്ലീഷ് മീഡിയം ആക്കാൻ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞത് കുട്ടികൾ വേണം, എന്നാലാണ് ഒരു പുതിയ ഡിവിഷൻ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാം, ടീച്ചേഴ്സ് സമ്മതിക്കുവാണെങ്കിൽ. ഇനിയുള്ള ബാച്ചുകളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാം, മലയാളം മീഡിയം വേണ്ട. അപ്പൊ വേണ്ടുന്ന ടെക്സ്റ്റ് ബുക്കുകളും ക്വസ്റ്റ്യൻ പേപ്പറും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. പക്ഷെ ആ റിസ്ക് നിങ്ങൾ ഏറ്റെടുക്കണം. നമ്മൾ അതൊരു ചലഞ്ചായി എടുത്ത് ടീച്ചേഴ്സും റെഡിയായി. അങ്ങനെ അടുത്തടുത്ത ബാച്ചുകൾ തുടങ്ങി ഇംഗ്ലീഷ് മീഡിയം സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 40 എന്നുള്ളത് 60 ആയി, 90 ആയി, 100 ആയി, 150 ആയി ടോട്ടൽ സ്ട്രെങ്ത്. അങ്ങനെയാണ് കോവിഡ് വരുന്നത്. അപ്പോ ഗവൺമെന്റ് സ്കൂളുകളിൽ പുതിയ നിയമനം നടക്കാതായി. സ്കൂള് ഓപ്പൺ അല്ലല്ലോ, ക്ലാസ് ഇല്ലല്ലോ. ഒരാളെ പുതിയതായി നിയമിച്ച അയാൾക്ക് സാലറി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഗവൺമെന്റിന്. ഉള്ള സ്റ്റാഫ് കുട്ടികളെ പഠിപ്പിക്കട്ടെ. അപ്പൊ ആ സ്കൂളില്, ഹൈസ്കൂളില് സോഷ്യൽ, ബയോളജി, മാത്സ് എടുക്കാൻ ടീച്ചേഴ്സിന്റെ ഉണ്ടായി. അപ്പൊ നമ്മളുടെ സ്കൂളാണല്ലോ, നമ്മൾ അത്രയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്കൂള്. എനിക്ക് ക്ലാസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ എടുക്കാന്ന് പറഞ്ഞു HMന്റെ അടുത്ത്. അങ്ങനെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. ഓൺലൈൻ അല്ലേ പറ്റുള്ളൂ, കോവിഡ് അല്ലേ. ഞാൻ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എനിക്ക് സോഷ്യൽ ഞാൻ ഏറ്റെടുത്താണല്ലോ സോഷ്യൽ എടുക്കുന്നത്. നമ്മൾ തന്നെ പഠിക്കുമ്പോൾ ഇച്ചിരി ഉഴപ്പാം, പക്ഷെ വേറൊരാളെ പഠിപ്പിക്കുമ്പോൾ ഉഴപ്പാൻ പറ്റില്ല. ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും വേണം. ഞാനിരുന്ന് സോഷ്യൽ പഠിക്കുക, കുറെ ബുക്കൊക്കെ എടുത്തു വെച്ച് ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്ത് പഠിച്ചു വന്നപ്പോഴാണ് എന്റെ ഉള്ളില് തട്ടാൻ തുടങ്ങി സോഷ്യൽ. അത് ഏത് ഭാഗം എത്തിയപ്പോഴാണെന്നറിയോ? ഫ്രീഡം, ഇന്ത്യയുടെ ഫ്രീഡത്തിന്റെ. ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുക, എന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നേന്ന് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ സമയം അപ്പോഴായിരുന്നു. എന്റെ സോഷ്യലിനെ ഡെപ്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ. ഭഗത് സിംഗിനെ കുറിച്ചും ഉദ്ധം സിംഗിനെ കുറിച്ചും ഒക്കെ ഞാനിങ്ങനെ വായിച്ചിട്ട് എനിക്കിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക. ഞാൻ എന്നാൽ കുട്ടികൾക്കും ഞാൻ അതുപോലെ തന്നെ പകർന്നു കൊടുത്തു. അപ്പൊ എനിക്ക് ആ ഒരു ഏജിൽ കിട്ടിയത് ഞാൻ ആ കുട്ടികളുടെ ചെറിയ ഏജിൽ ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അവരും ഭയങ്കര ഹാപ്പിയായി, അവരും ഭയങ്കര ഇമോഷണലായി. എനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.
അപ്പൊ അവിടെ ശരിക്കും സബ്ജക്ട് സ്റ്റഡിങ് അല്ല നടന്നത്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് നടന്നത്. അതാണ് സ്റ്റഡിങ്ങും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ആ കുട്ടികൾ നല്ല ഭംഗിയായിട്ട് എക്സാം എഴുതി, അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, അവർക്ക് ഭയങ്കര സന്തോഷമായി. പാരന്റ്സും കുട്ടികളുടെ കൂടെ വന്നിരിക്കും. അവര് പറഞ്ഞു ഞങ്ങൾ PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു മിസ്സേ, മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് PSCക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അതുവരെയും സോഷ്യലിനെ ഞാൻ അകറ്റി നിർത്തിയത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് സോഷ്യൽ എടുക്കേണ്ട വന്നപ്പോൾ എനിക്ക് മനസ്സിലുള്ളത് ഇതായിരുന്നു, ഞാൻ പഠിച്ച പോലെ ഒരിക്കലും ഞാൻ അവരെ പഠിപ്പിക്കില്ല, എനിക്ക് കൂടുതൽ റെഫർ ചെയ്തു. ഞാൻ അങ്ങനെ പഠിപ്പിച്ചത് എന്റെ മനസ്സിലും ഭയങ്കര ഒരു ചലനം ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയി പോയി. നമ്മുടെ ഫ്രീഡം ഫ്ലൈറ്റ് റെസ്പെക്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് എപ്പോഴും August 15നും January 26നും മാത്രമേ തലയിൽ വരാറുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ പിന്നീട് ലൈഫ് ലോങ് എനിക്ക് എന്റെ ഓർമ്മകളിൽ അവരുണ്ടായിരുന്നു. ഈ ഭഗത് സിംഗും മഹാത്മാഗാന്ധി, ഉദ്ധം സിംഗും മൗലാന അബ്ദുൽ കലാം ആസാദും എല്ലാം നിറഞ്ഞു നിന്നു എന്റെ മനസ്സിൽ. അപ്പൊ അതെനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് ഞാൻ ടീച്ചർ ആകാം, എനിക്കൊരു ടീച്ചറെ പോലെ ആകണം എന്ന് തോന്നിയത് കൊണ്ടാണ്. അവിടെ റിവാർഡോ ഒന്നും ഉണ്ടായില്ല, സർവീസ് എന്നുള്ള രീതി തന്നെയാണ്. കാരണം അവർക്ക് സാലറി കൊടുത്ത ഒരാളെ ഗവൺമെന്റ് നിർത്തില്ല എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അത് എന്റെ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കുണ്ടായിരുന്നൊരു സന്തോഷമായിരുന്നു അവിടെ കിട്ടിയൊരു റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ആരൊക്കെയാണ്. ചിലപ്പോൾ പലപ്പോഴും ഒരു ടീച്ചർ എങ്ങനെ ആകണമെന്നും ഒരു ടീച്ചർ എങ്ങനെ ആകരുതെന്നും നമ്മളെ പല അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകാം അല്ലെ. ഇപ്പൊ നാളെ നമ്മളെ കാണുന്ന ഒരു കുട്ടി എന്റെ ടീച്ചറാണിത്, എന്റെ ടീച്ചർ ആവുകയാണെങ്കിൽ ഈ ടീച്ചറെ പോലെ എനിക്ക് ആകണം എന്ന് നമ്മൾ ഓരോരുത്തരെയും നോക്കി കുട്ടികൾ പറയുവാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റിവാർഡ്. ഓക്കെ, അപ്പൊ എന്റെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ ഒത്തിരി സഹിച്ചു കാണും. അത്രയ്ക്ക് ചുമയായിരുന്നു തുടക്കം. മാം ഇപ്പൊ പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. പറയും. ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ് ഞാൻ മലയാളം എടുത്തേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ലൈബ്രറി ഉണ്ട് അടുത്ത്. അപ്പൊ ഞാനിങ്ങനെ ഒരു കൊച്ചിനെ പഠിപ്പിച്ചോണ്ടിരിക്കാം. കൊച്ചിന് 9ാം ക്ലാസ് എക്സാമാ, മലയാളം എക്സാമാ. അപ്പൊ ഞാനിങ്ങനെ പഠിപ്പിക്കുക, അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക, തന്നെ വായിക്കാനൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക. ഞാനും ഇച്ചിരി പറഞ്ഞു കൊടുത്തു, അത് സ്വന്തം ഇച്ചിരി എഴുതി. ഞാൻ ഇവിടെ വീട്ടിൽ വന്ന എല്ലാവരോടും പറഞ്ഞു ഞാൻ കൊച്ചിനെ പഠിപ്പിച്ചു, അപ്പൊ നല്ല രീതിയിൽ എക്സാം എഴുതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിക്കുക, നീ പഠിപ്പിച്ചതല്ലേ, നമുക്ക് തൊക്കെ ജയിക്കുമെന്ന് അറിയാന്ന്. അപ്പൊ ഞാൻ അന്ന് തൊട്ട് എനിക്ക് ടീച്ചർ ആവണം, ഞാൻ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. എന്നോട് കുറെ പേരെങ്ങനെ പറഞ്ഞു നീ പഠിപ്പിച്ച ജയിക്കുമോ. ആ കൊച്ചു ജയിച്ചു കേട്ടോ, ഞാൻ മലയാളം പഠിച്ച ആ കൊച്ചു ജയിച്ചു. അപ്പൊ നമുക്ക് ചലഞ്ചിങ്, നമ്മളെ വെല്ലുവിളിക്കുന്ന പല പല സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലേ, അത് തന്നെയാണ് നമ്മുടെ വെൽനസ്. അതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ അതിനെ മാനേജ്, നമുക്ക് തളർന്നു പോവാനുള്ള കാര്യമായിരിക്കാം അത്. പക്ഷെ നമ്മൾ അതിനെ പിടിച്ചു കയറി നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നു, ഇവിടെയാണ് നമ്മുടെ വെൽനസ്. അപ്പൊ ഐശ്വര്യ അവിടെ അതിനെ മാനേജ് ചെയ്യാൻ, അത് കേട്ടപ്പോ ചിലപ്പോ തളർന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ ഇനിയും കുട്ടികളെ പഠിപ്പിക്കും, അവര് നല്ല നിലയിലെത്തും, അവർ ഉയർന്നു പോകും എന്നുള്ള ആ ഒരു വിശ്വാസം, അത് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യലിലും കുട്ടികളുടെ പൊട്ടൻഷ്യലിലും ഉള്ള വിശ്വാസം തന്നെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ്, നമുക്ക് ഇനി ഇങ്ങനെ ക്ലാസ് വേറെ രീതിയിലേക്ക് ആക്കണമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ സെൽഫ് ജഡ്ജ്മെന്റും സെൽഫ് ക്രിറ്റിസൈസും സെൽഫ് അനാലിസിസും പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാട്ടോ, എന്നോട് പറയാം മിസ് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മോഡൽ ക്വസ്റ്റ്യൻസ് തരാം. ഈ വെൽനസിന്റെ ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം കേട്ടോ. ഐശ്വര്യ പറഞ്ഞെന്താ, ഇങ്ങനെ മതി മാം, ഇങ്ങനെ തന്നെ പോയാൽ മതി, നല്ല അടിച്ചുപൊളി ക്ലാസ് ഒക്കെ ആയിട്ട്. അടിച്ചുപൊളി ക്ലാസ് ആയിട്ട് തോന്നിയോ? തന്നെ സംസാരിക്കണ പോലെ തോന്നി. ഞങ്ങൾക്ക് എന്നത്തേനാണ് പരീക്ഷ വരുന്നത്?
എക്സാമിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം അല്ലെ. അതായത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2 ടേം എക്സാമിനേഷൻ ഉണ്ട്, ടേം 1ഉം ടേം 2ഉം. നിങ്ങൾക്ക് സബ്ജക്റ്റിന്റെ ഒരു സ്പ്ലിറ്റപ്പ് കിട്ടിയോ? ഒരു PDF ഇല്ലില്ല. കിട്ടിയിട്ടില്ല? തരാൻ പറഞ്ഞിരുന്നല്ലോ. കിട്ടിയിട്ടുണ്ട്. ക്ലാസ് റൂമിലുണ്ട്. വേണമെങ്കിൽ അതൊന്ന് നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇട്ടിട്ടൊന്ന് സ്റ്റാർ ചെയ്തിടുവോ സേവ് ചെയ്തിടുവോ നിങ്ങളൊന്ന് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് ടേം 1 എക്സാമിനേഷൻ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മോഡ്യൂൾ 1ന്റെ പാർട്ട് 1 ആണ് അല്ലെ. പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ടേം 1 എക്സാമിനേഷൻ ആണ്. ടേം 1 എക്സാമിനേഷന് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആകുമ്പോഴാണ് ടേം 1 എക്സാമിനേഷൻ. നമ്മുടെ കുട്ടികൾക്ക് പീരിയോഡിക് ടെസ്റ്റ് ഒക്കെ നടത്താറില്ലേ സ്കൂളിൽ, അതുപോലെ തന്നെ ടേം 1 എക്സാമിനേഷൻ 50 ക്വസ്റ്റ്യൻസ് വരും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്, അപ്പൊ 100 മാർക്കിനുള്ളതാണ്. ഇനി ഈ 50 ക്വസ്റ്റ്യനില് 40 ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് 1ന്നും പാർട്ട് 2ന്നും വരുന്നത്. 10 ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡ്യൂൾ 2 ഇംഗ്ലീഷിൽ നിന്നായിരിക്കും. അതുവരെ എടുത്ത പോർഷനിൽ നിന്നായിരിക്കും 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ വരുന്നത്. അങ്ങനെയാണ് 50 ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ പാർട്ട് 3യും പാർട്ട് 4ഉം കഴിയുമ്പോൾ ടേം 2 എക്സാമിനേഷൻ വരും. അപ്പോഴേക്കും നിങ്ങളുടെ ഇംഗ്ലീഷും കഴിഞ്ഞിട്ടുണ്ടാവും. ടേം 2 എക്സാമിനേഷനും 50 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതില് 40 ക്വസ്റ്റ്യൻ പാർട്ട് 3ന്നും പാർട്ട് 4ന്നും ആയിരിക്കും. 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. ക്ലിയർ ആയി? ഈ ടേം 1 എക്സാമിനേഷനും ടേം 2 എക്സാമിനേഷനും നമ്മള് 10th-നും +2-നും ഒക്കെ മോഡൽ എക്സാം നടത്താറില്ലേ, അതുപോലെയാണ് ടേം എക്സാമിനേഷൻസ്. നമ്മൾക്ക് തന്നെ ഒന്ന് അറിയാൻ, ഞാൻ എത്രത്തോളം എൻ്റെ ഈ ലേണിംഗ് പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോയി, ഞാൻ അത് മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് ശരിക്കും ടേം 1ഉം ടേം 2. ഈ ടേം 2 കഴിയുമ്പോൾ സ്റ്റഡി ലീവ് ആയിരിക്കും. മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ലീവ്. മെയിൻ എക്സാമിനേഷൻ സബ്ജക്ട് വൈസ് ആയിരിക്കും. നിങ്ങളുടെ മോഡ്യൂൾ 1നെ 6 സബ്ജക്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 7ാമത്തെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. 6 സബ്ജക്ട് എങ്ങനെയാണെന്ന് അറിയാം. പാർട്ട് 1 ഒരു ഒറ്റ സബ്ജക്റ്റ് ആണ്. പാർട്ട് 2നെ 2 സബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 3നെ 2 സബ്ജക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 4 മുഴുവനും ഒറ്റ സബ്ജക്റ്റ്. അങ്ങനെയാണ് മോഡ്യൂൾ 1 6 സബ്ജക്റ്റ് ആവുന്നത്. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ് 7ാമത്തെ സബ്ജക്റ്റ്. ഈ 7 സബ്ജക്റ്റും ഡിപ്ലോമ എടുത്തവർക്കും PG എടുത്തവർക്കും കോമൺ ആണ്. ഈ PG-ക്കാർക്ക് മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം ഉണ്ട്. 2 സബ്ജക്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. PG-ക്കാർക്ക് 9 സബ്ജക്റ്റ് ആവും. ഈ 2 സബ്ജക്റ്റും കൂടെ ചേർന്നിട്ട് 9 സബ്ജക്റ്റ് വരും. അപ്പൊ ആദ്യത്തെ 7 സബ്ജക്റ്റിന്റെ എക്സാം നിങ്ങൾ 2 കൂട്ടരും ഒരുമിച്ച് എഴുതും. ഡിപ്ലോമക്കാരും PG-ക്കാരും ഒരുമിച്ച് എഴുതും. PG-ക്കാർക്ക് പിന്നീട് PG-യുടെ ആ 2 സബ്ജക്റ്റിന്റെ പോർഷൻസ് കഴിയുമ്പോൾ അത് 2 എക്സാംസ് ആയിട്ട് നടത്തും. അപ്പൊ സംശയം തോന്നും, മോഡ്യൂൾ 3 എന്താണ്? മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കൽസ് ഓൺലി. നമുക്കിവിടെ പ്രാക്ടിക്കല് മാത്രമാണ് മോഡ്യൂൾ 3. മറിയ മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്നാണ് ക്ലാസ് റൂമുകൾക്ക് പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന ക്ലാസ് റൂം ഇതൊരു എൻവിയോൺമെന്റ് ആണ്. അതുപോലെ തന്നെ ആ എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ മോഡ്യൂൾ 3യിൽ 5 പാർട്ടുകൾ ഉണ്ട്. അത് ഡോക്ടർ മറിയ മോണ്ടിസോറി ക്ലാസ് റൂമിനെ 5 ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഈ 5 ഏരിയയിലും നമ്മൾക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽസ് ആണ്. സമയം കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. മോഡ്യൂൾ 3യുടെ കാര്യങ്ങൾ ഞാൻ ക്ലാസ് എടുത്ത് ബ്രീഫ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡെമോൺസ്ട്രേഷൻ തരും. നമുക്ക് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെയിൻ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഒറിജിനൽ തന്നെ നമ്മളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഓൺലൈനായിട്ട് ഡെമോൺസ്ട്രേഷൻ തരും. ഓൺലൈൻ ഡെമോൺസ്ട്രേഷൻ കഴിയുമ്പോൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റില്, മിക്കവാറും സാറ്റർഡേ ആയിരിക്കും, ആ ഒരു ടൈം ആവുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് ഈ മെറ്റീരിയൽസ് വെച്ച് ചെയ്തു നോക്കാം. നമ്മൾ കാണുന്നത് മാത്രമല്ല, നമ്മളത് ചെയ്തു നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ മെറ്റീരിയൽസിനെ കുറിച്ച് ക്ലാരിറ്റി വരും. ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. മനസ്സിലായോ? ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും. അതൊരു ഗൂഗിൾ ഫോം പോലെയാണ്.
ഏതെങ്കിലും യൂണിറ്റിന്റെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അറിയാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വരും, നമുക്കത് അറ്റൻഡ് ചെയ്യാം, അപ്പൊ തന്നെ സ്കോർ കിട്ടും. തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാം, അത് അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷെ എക്സാമിനേഷൻ അത് ടേം 1 ആണെങ്കിലും ടേം 2 ആണെങ്കിലും മെയിൻ എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ ലൈവ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ഡേറ്റ് 23 അല്ലേ, ഇന്ന് 7 മണി തുടങ്ങി 8 മണി വരെ നിങ്ങളുടെ ഒരു എക്സാം ആണെന്ന് വിചാരിക്കുക. അപ്പൊ കറക്റ്റ് ആ 7 മണിക്ക് തന്നെ ജോയിൻ ചെയ്ത് 8 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വാല്യൂ ചെയ്യില്ല. ഇനി സബ്മിറ്റ് ചെയ്താൽ അപ്പൊ തന്നെ സ്കോർ കിട്ടില്ല, മോക്ക് ടെസ്റ്റ് പോലെ സ്കോർ അറിയില്ല. അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയായിരിക്കും റിസൾട്ട് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മിസ്സേ, ഇനി പരീക്ഷ ഇനി അടുത്ത എപ്പോഴാ തുടങ്ങുന്നത് ഞങ്ങൾക്ക്? നിങ്ങൾക്ക് ടേം എക്സാമിനേഷൻ ആണ് ഇനി വരുന്ന പരീക്ഷ. ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. അത് ടേം എക്സാമിനേഷൻ ആവണമെങ്കിൽ നിങ്ങളുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആവണം, പാർട്ട് 2 10 യൂണിറ്റ്സും കംപ്ലീറ്റ് ആവണം. മിസ്സേ, ഞാൻ BA ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ പരീക്ഷ ഞങ്ങൾക്ക് ജൂൺ ഒക്കെ ആ ഒരു സമയത്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, സംശയം ചോദിച്ചത്. ജനുവരി അല്ലേ? ജൂണിൽ എപ്പോഴാ സ്വപ്ന പരീക്ഷ? അങ്ങനെ കറക്റ്റ് ഡേറ്റ് പറഞ്ഞില്ല, ജൂൺ ആ ഒരു സമയത്ത് ചെറിയൊരു ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. എനിവേ സ്വപ്നയുടെ എക്സാം ഡേ ടൈമിലായിരിക്കില്ലേ? അതെ അതെ, നമ്മളുടെ എക്സാം ഈവനിങ് ടൈമിലായിരിക്കും, 7:30 ആ ഒരു ടൈമിലായിരിക്കും. 10 minutes 20 minutes ഒക്കെ മതിയാവും. പിന്നെ ഒട്ടും ടെൻഷൻ വേണ്ട. നിങ്ങളിപ്പോ ക്ലാസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്, ക്ലാസ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒട്ടും കരുതണ്ട. അത് നമ്മൾ യൂസ് ചെയ്യാത്തോണ്ടാണ്. നമ്മൾ എന്ത് ലാംഗ്വേജ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രാക്ടീസ് ആവുകയാണല്ലോ, നമുക്കത് ശരിയായിരിക്കും. പിന്നെ നിങ്ങൾ പരീക്ഷയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. എക്സാം ടൈമില് നിങ്ങളുടെ എക്സാം ഹോളിൽ ഞാൻ ഇല്ലെങ്കിലും ഞാൻ ലൈവായിട്ട് ഞാൻ ഉണ്ടാകും. ആ എക്സാം ടൈമിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അവിടെ ഇൻവിജിലേറ്റേഴ്സിനോട് പറഞ്ഞാലും എന്റെ നമ്പർ ഞാൻ തന്നിട്ടുണ്ട്. എന്നാ തോന്നുന്നത് നമ്പർ തന്നിട്ടില്ലേ? മിസ് നമ്പർ ഒന്ന് കൂടി പറയോ? ഞാൻ ഇവിടെ നിന്ന് എഴുതിയിട്ടേക്ക് കേട്ടോ. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചിലപ്പം സബ്മിറ്റ് ചെയ്യുന്നതില് അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അപ്പൊ തന്നെ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കുക. ഞാൻ നിങ്ങൾക്ക് എക്സാം ആണെന്നുള്ള ടൈമിൽ ഞാൻ ഇങ്ങനെ അലർട്ടായിട്ടിരിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചില സമയത്ത് നമുക്ക് ABCD എന്ന ഓപ്ഷൻ ഉണ്ടാവും. ആൻസർ ഓപ്ഷൻ A ആയിരിക്കും, പക്ഷെ A എന്ത് ചെയ്താലും ക്ലിക്ക് ആവണില്ല. അതൊക്കെ ടെക്നിക്കൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഒരു ടെൻഷനും വിചാരിക്കേണ്ട, അപ്പോൾ തന്നെ എന്നെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എക്സാം ടൈമിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനെ ടെൻഷൻ വേണ്ട കേട്ടോ. മിസ്, ഒന്നും കൂടെ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ നമ്മുടെ ഈ ഒരു ഇതില്. എന്താ ആഡ് ചെയ്യാനാ? എന്റെ പേരൂടെ എനിക്ക്, കാരണം എനിക്ക് അത് അറിയുന്നില്ലല്ലോ, പുസ്തകത്തിന്റെ കാര്യങ്ങളൊന്നും. പുസ്തകം കിട്ടിയിട്ടില്ല. സ്വപ്ന ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ആഡ് ആണോ? അതിലുണ്ട്. നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ പേഴ്സണൽ നമ്പറാണ്. ആരെങ്കിലും സ്വപ്നയുടെ നമ്പർ ഒന്ന് വാങ്ങൂ, എന്നിട്ട് ആഡ് ചെയ്യൂ കേട്ടോ. സേതുലക്ഷ്മി എന്താ പറയാനല്ലേ? എനിക്ക് ക്ലിയർ ആയില്ലല്ലോ. ആരെങ്കിലും കേട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരൂ. കേൾക്കാൻ പറ്റുന്നില്ല മിസ്. ഒരു കാര്യം ചെയ്യൂ, എനിക്കൊന്ന് ഒരു മെസ്സേജ് ഇട്ടു പേഴ്സണലി. നമ്പർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ടല്ലോ. എന്തോ ഡിപ്ലോമ കോഴ്സുകാർക്ക്, ഡിപ്ലോമ എടുത്തിട്ടുള്ളവർക്ക് 3 ടെക്സ്റ്റ് അല്ലേ ഉള്ളത്? 1 മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3. അതെ അതെ അതെ. ഈ റെക്കോർഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അത് എന്നത്തേക്കാണ് വാങ്ങിക്കേണ്ടത്? അത് നെക്സ്റ്റ് ക്ലാസ്സിൽ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ ആക്കണ്ട. അത് ടെൻഷനൊന്നുമില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് റെക്കോർഡ്. ക്ലാസ്സിൽ പറയാം. റെക്കോർഡിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. എന്റെ ഇപ്പോഴത്തെ ശബ്ദം വെച്ചിട്ട് ചിലപ്പോ ആ എക്സൈറ്റ്മെന്റ് എനിക്ക് മുഴുവൻ പുറത്തേക്ക് വരില്ല.
മിസ് എന്നെ കൂടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ. ഒന്ന് കേൾക്കൂ. സ്വപ്ന പറഞ്ഞത് ആരൊക്കെയും കേട്ടോ. ഞാൻ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പാ, പേഴ്സണൽ ഗ്രൂപ്പ്. ഓക്കെ. ആ ഏതോ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അപ്പൊ എന്നാലല്ലേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ, പഠിത്തത്തെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ. അതെ, സ്വപ്ന നമ്പർ കൊടുക്കും അവർക്ക്. നമ്പർ, ഫോൺ നമ്പർ അല്ലേ? ആരെയും എനിക്ക് അറിയത്തില്ല, അഡ്മിൻ ആരാന്ന് അറിയത്തില്ല. അതൊന്നും കുഴപ്പമില്ല. ഈ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടാ മതി. മതിയല്ലേ? ആ അതെ, അലീമ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ, അലീമയെ ആഡ് ചെയ്യാനായിട്ട്. അതോ അലീമയുടെ നമ്പർ ഇട്ടതാണ്? ആ ഇട്ടേക്കാം മിസ്. ആ ചാറ്റ് ബോക്സിൽ ഇടൂ. കാരണം ക്ലാസ് എൻഡ് ആയി കഴിഞ്ഞാൽ മെസ്സേജ് പോവില്ല. കിട്ടോ. ഞാൻ ഇറങ്ങിയ അപ്പൊ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് ക്ലാസ് അങ്ങ് കട്ട് ചെയ്യും. മിസ്സേ ഒരു ഗ്രൂപ്പ് അല്ലേ ഉള്ളോ, വേറെ ഗ്രൂപ്പ് ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പേ ഉള്ളൂ, കുട്ടികളെല്ലാം കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഒന്നേ ഉള്ളൂ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഒഫീഷ്യൽ ഗ്രൂപ്പുള്ള കാര്യം അറിയാം. അപ്കമിങ് ടീച്ചേഴ്സിന് വേണ്ട ഒരു ഗ്രൂപ്പേ ഉള്ളൂ. സ്വപ്നയുടെ നമ്പർ കൊടുക്കും. അല്ലെങ്കിൽ അലീമ ഇട്ടിരിക്കുന്ന നമ്പർ എന്താ? അലീമയുടെ സ്വന്തം നമ്പർ ആണോ? ഓക്കെ, ഞാൻ പൊക്കോട്ടെ. പൊക്കോ മിസ്സേ. നല്ല ക്ലാസ് ആയിരുന്നു മിസ്സേ. അനുഭവങ്ങളെ കൂട്ടിക്കുറച്ച് പറയുമ്പോ ഡയറക്റ്റ് പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയാതെ അനുഭവങ്ങളായിട്ട് ലിങ്ക് ചെയ്ത് പറയുമ്പോ നല്ല ക്ലാസ്. ബോറടിക്കത്തില്ല, ഒഴിവാക്കിയോ? മനസ്സിലുണ്ടാവും ക്ലാസ് എപ്പോഴും. നെക്സ്റ്റ് വീക്ക് ഐ വിൽ ട്രൈ 2 ക്ലാസ് എടുക്കാൻ നോക്കാം. കാരണം നമ്മള് കുറെ നാള് കണ്ടില്ലല്ലോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്. എന്തോ കേട്ടില്ല. Okay then, bye. Have a nice day. Thank you so much. Thank you, ma'am.